ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. എല്ലാവർക്കും നമസ്കാരം. ഭാഗവതത്തിൽ തുടർച്ചയായിട്ടുള്ളൊരു പ്രഭാഷണ പരമ്പരയായതുകൊണ്ട് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നേരിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. മാത്രമല്ല, പറയാൻ പോകുന്ന വിഷയം കുറച്ച് പ്രാധാന്യമുള്ളതായതുകൊണ്ട്, എല്ലാ ഭാഗവും പ്രാധാന്യം തന്നെയാണ്, എന്നാലും സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കണില്ല. ശ്രദ്ധയോട് കൂടിയിട്ട് ഇരിക്കുക. ഭാഗവതത്തിൽ അല്ലെങ്കിൽ ഭാഗവതത്തിലൂടെ വേദവ്യാസ മഹർഷി സമൂഹത്തിന് കൊടുക്കുന്നതായ ആശയം, അത് പരീക്ഷത്തിനെ നിമിത്തമാക്കി ലോകസംഗ്രഹാർത്ഥം ആ മഹാത്മാവ് നമുക്കൊക്കെ നൽകുന്നതാണ്. ശരി, പരീക്ഷത്തിന് ശ്രീശുക ബ്രഹ്മർഷി പല പല ആഖ്യാന ഉപാഖ്യാനങ്ങളിലൂടെ വേദാന്ത തത്വത്തെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ആ പറഞ്ഞു പോണ കൂട്ടത്തിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് സ്വയംഭുവ മനു ശതരൂപ എന്നുള്ള ആ ഒരു ഭാവത്തിൽ അവരുടെ സന്താന പരമ്പരയായിട്ട് ആ പ്രപഞ്ചത്തിലുണ്ടായിട്ടുള്ള അഭിവൃദ്ധിയെ എങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. വളരെ ചുരുക്കമായിട്ട് പറയുന്നു. ദേവാസുര നൃണാം സർഗോ നാഗാനാം മൃഗപക്ഷിണാം സാമാസികസ്ത്വയാ പ്രോക്തോ യസ്തു സ്വയംഭുവേന്തരേ തസ്യൈവ വ്യാസമിച്ഛാമി ജ്ഞാതും തേ ഭഗവൻ യഥാ അനുസർഗം യയാ ശക്ത്യാ സസർജ ഭഗവാൻ പരഃ. സ്വയംഭുവേ എന്തരേ, ആ സ്വയംഭുവ മന്വന്തരത്തില്, അല്ലയോ ഗുരുനാഥ ശ്രീശുക ബ്രഹ്മർഷി, ആ സ്വയംഭുവ മന്വന്തരത്തില് ദേവന്മാര്, അസുരന്മാര്, മനുഷ്യര്, നാഗങ്ങള്, പക്ഷികള്, മൃഗങ്ങള് തുടങ്ങിയിട്ടുള്ള ജന്തുജീവജാലങ്ങളുടെ സൃഷ്ടിയെക്കുറിച്ചൊക്കെ അങ്ങേ സാമാസിക സ്വയ അങ്ങയിൽ നിന്നാണ് വളരെ സംക്ഷിപ്തമായിട്ട് ചുരുക്കിയിട്ട് അങ്ങ് പറഞ്ഞു തന്നിട്ടുണ്ടായിട്ടുണ്ട്. വളരെ ചുരുക്കിയിട്ട് അങ്ങ് പറഞ്ഞു തന്നു. ആ ചുരുക്കി പറഞ്ഞു തന്ന ആ ഒരു സൃഷ്ടിയുടെ പ്രഭാവത്തെ തസ്യൈവ വ്യാസമിച്ഛാമി, അതിനെക്കുറിച്ചൊന്ന് വിസ്തരിച്ച് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങ് കഴിഞ്ഞ ആ ഒരു ദിക്കിൽ അങ്ങ് പറഞ്ഞു തന്നു. ആ ഒരു സ്വയംഭുവ മന്വന്തരത്തിൽ എങ്ങനെയാണ് ഭഗവാൻ ആ ഒരു ദിക്കില് പ്രപഞ്ചത്തിന്റെ ഈ ഒരു വൃദ്ധിയെ ചെയ്തത് എന്ന് പറഞ്ഞു തന്നു, വളരെ ചുരുക്കിയിട്ട്. അപ്പൊ അതിന്റെ ഒരു വിസ്താരത്തെ എങ്ങനെയാണെന്ന് വിസ്തരിച്ച് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ്, ഏത് പ്രകാരത്തിലാണ് ഭഗവാൻ ആ പ്രപഞ്ചത്തെ മുഴുവനും ഓരോരോ ജന്തു ജീവജാലങ്ങളെയും ഒക്കെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന്, ഏത് വിധത്തിലാണ്, ഏത് ശക്തി കൊണ്ടാണ് ഭഗവാൻ ഈ സൃഷ്ടിയെ അഭിവൃദ്ധിപ്പെടുത്തിയത് എന്നാണ് ചോദ്യം. ഈ ചോദ്യം കേട്ടപ്പോൾ ശ്രീശുകർ പറഞ്ഞു, പരീക്ഷത്തെ കേട്ടോളൂ. പണ്ട് പ്രാചീന ബർഹിസ്, പ്രചേതസ്സുകളുടെ പുത്രനാണ് പ്രാചീന ബർഹിസ്. ഈ പ്രാചീന ബർഹിസ് നാരദ മഹർഷിയിൽ നിന്ന് ഉപദേശം കേട്ട് വിരക്തനായി തീർന്നു. അദ്ദേഹം കർമ്മഠനായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രനാണ് പ്രചേതസ്സുകൾ. ഈ പ്രചേതസ്സുകളാണെങ്കിൽ ഭഗവാൻ പരമേശ്വരനിൽ നിന്ന് ഉപദേശം വാങ്ങിയിട്ട് എന്ത് ചെയ്തു? അവര് ജലത്തിന്റെ അടിയിൽ പോയിട്ട് സാധന ചെയ്യണം, പ്രചേതസ്സുകള്. അപ്പൊ അവര് ആ ഒരു പരമേശ്വരന്റെ ഉപദേശപ്രകാരം ആ ഒരു സമാധിഭാവത്തിൽ അവരങ്ങനെ ഉപാസന ചെയ്ത് കഴിഞ്ഞുകൂടുന്ന കാലം ജലത്തിന്റെ അടിയിൽ പോയിരുന്നിട്ട്, പിതാവായിരിക്കുന്ന പ്രാചീന ബർഹിസാണെങ്കിൽ നാരദ മഹർഷിയാൽ തത്വോപദേശം കേട്ടിട്ട് വിരക്തനായി തീർന്നിരിക്കുന്ന കാലം. അതുകൊണ്ട് തന്നെ എന്തുണ്ടായി? രാജ്യത്ത് അരാജകത്വം ഉണ്ടായിരുന്ന രാജ്യം ഭരിക്കണ ഒരു വിരക്തന്മാരായി തീർന്ന രാജ്യകാരണത്തിലൊന്നും വലിയ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല.
അതുകൊണ്ട് നാട്ടിൽ മുഴുവൻ ഏതാണ്ട് എന്തായി, വൃക്ഷങ്ങൾ അങ്ങോട്ട് നിറഞ്ഞു എന്നാ പറയണത്. വൃക്ഷലതാദികളൊക്കെ നിറഞ്ഞ് ഭൂമി വൃക്ഷങ്ങളെ കൊണ്ട് മൂടിയത്രേ, നിറഞ്ഞു അങ്ങോട്ട്. അതങ്ങനെയാ. സാധാരണ നടക്കുന്ന വഴിയിലൂടെ നമ്മളങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വഴി ഉണ്ടാവും. കുറച്ചു കാലം നമ്മളതിൽ നടക്കാണ്ടേ ആയാലോ, ചെടികളൊക്കെ വന്ന് നിറഞ്ഞ് ഏതാണ്ട് വഴി മൂടിയിട്ട് ഒരു കാട് പോലെയാവും. ഇപ്പൊ നമ്മളെ വീട്ടിൽ നമ്മൾ ഇരിക്കുന്നുണ്ട്, വീടിനോടൊരു ആസക്തി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്നും അത് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. എന്നാൽ വിരക്തനായി കഴിഞ്ഞാലോ പിന്നെ 8 കാലി കൂട് കൂട്ടിയാലും നമുക്കെന്തായാലും നമ്മളങ്ങനെ മേപ്പെട്ട് നോക്കിയിരിക്കും. ആലസ്യം വരും. പിന്നെ എന്താ അവരെ ജീവിക്കട്ടെ, നമ്മളിവിടെ ഇരിക്കട്ടെ എന്നുള്ള ഭാവത്തിൽ. അപ്പൊ അവിടെ ഒരുപാട് ആ ഒരു ഭാവത്തിൽ മാറാലേക്ക് തോന്നിയിട്ട് വീടൊരു ഭാവത്തിലാവും. ഇതുപോലെ രാജ്യം പരിപാലിക്കേണ്ടവര് വിരക്തന്മാരായി തീരുമെന്നുണ്ടാവും. ആ ഭാവത്തിൽ രാജ്യം പരിപാലിക്കാൻ ആളില്ലാണ്ടായപ്പോ എല്ലാം വൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രചേതസ്സുകൾ തപസ് നിർത്തിയിട്ട് പൂർത്തിയാക്കിയിട്ട് അവര് ജലത്തിൽ നിന്ന് പൊങ്ങി ഭൂമിയിലേക്ക് വരുമ്പോ ഭൂമിയിൽ മുഴുവൻ കാണുന്നത് സർവത്ര വൃക്ഷങ്ങൾ നിറഞ്ഞിരിക്കണതാണ് കാണുന്നത്, സർവത്ര. ഇത് കണ്ടതോട് കൂടിയിട്ട് ഈ പ്രചേതസ്സുകളുടെ മുഖത്ത് നിന്ന് അവർക്ക് ദേഷ്യം വന്നു. ദേഷ്യം വന്നത് എങ്ങനെയാ? അവരുടെ മുഖത്ത് നിന്ന് കാറ്റും തീയുമായിട്ടത്ര വന്നത്. ആ കാറ്റിലും തീയിലും ഏതാണ്ട് ഈ വൃക്ഷങ്ങൾ മുഴുവനും ദഹിച്ചു പോകാൻ തുടങ്ങി. ചിലവർ ദഹിപ്പിക്കുകയാണ്. എന്തിനെ? ഈ വൃക്ഷങ്ങളെ മുഴുവനും ഈ കാടുകളെ മുഴുവൻ അവർ കത്തിച്ച് കളയാണ്. ഏത് പ്രകാരത്തിൽ? അവരുടെ ക്രോധാഗ്നിയിൽ. ആ ക്രോധാഗ്നിയിൽ അങ്ങോട്ട് ഏതാണ്ട് സർവത്ര അവരാ ദഹിപ്പിക്കാൻ തുടങ്ങിയപ്പോ വൃക്ഷങ്ങളുടെ ദേവതയാണ് ചന്ദ്രൻ. ചന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, എന്താ ഉണ്ണിയുള്ള നിങ്ങൾ ഈ കാണിക്കണത്? നിങ്ങൾ എന്താ ഈ കാണിക്കണത്? നിങ്ങൾ ആ പ്രചേതസ്സുകളുടെ പ്രാചീന ബർഹിസിന്റെ പുത്രന്മാരില്ലേ നിങ്ങൾ പ്രചേതസ്സുകൾ? നിങ്ങളിൽ നിന്നാണ് ഈ ഈ അഭിവൃദ്ധി മുഴുവൻ ഉണ്ടാവേണ്ടത്, സൃഷ്ടികൾ മുഴുവൻ ഉണ്ടാവേണ്ടത്. ഈ പ്രജകളെ സംരക്ഷിക്കേണ്ടവനായ നിങ്ങൾ ഇതിനെ നശിപ്പിക്കാൻ തുടങ്ങിയാലോ? മാത്രമല്ല നിങ്ങൾ തപസ് ചെയ്തു വരുന്ന കൂട്ടരല്ലേ? ഈ തപസ് ചെയ്തു വരുന്ന കൂട്ടർക്ക് എങ്ങനെ ദേഷ്യം ഉണ്ടായി? അപ്പൊ എന്താ ചെയ്യുക? നമ്മൾ എന്തിനാ പിന്നെ തപസ്സിനൊക്കെ പോണത്? ഇത്രയും കാലം ജലത്തിന്റെ അടിയിൽ പോയിരുന്ന തപസ് ചെയ്തിട്ട് സമ്പാദിച്ചത് ദേഷ്യ? അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? നോക്കൂ, സമുൽപതിതം ദേഹ ആകാശാൻ മന്യമുൽബണം ആത്മജിജ്ഞാസയായ ഛേത്സ ഗുണാൻ അതിവർത്തതേ. അവനവന്റെ ഉള്ളിൽ നിന്ന്, ആ ഹൃദയാകാശത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നതായ ആ ക്രോധാഗ്നിയെ ആർക്കാണോ നിയന്ത്രിക്കാൻ ശമിപ്പിക്കാൻ സാധിക്കുന്നത് അവനാണ് ആത്മവിചാരത്തിന് അധികാരി. ഇതൊക്കെ വളരെ പ്രധാനമായിട്ട് അവനവന്റെ അകത്തു നിന്ന് നോക്കൂ. മനുഷ്യനാണ്. മാനസികമായ വികാര വിക്ഷോഭങ്ങൾ ആർക്കുണ്ടാവാം, ദേഷ്യം ഉണ്ടാവാം, സങ്കടം ഉണ്ടാവാം, ഒക്കെ വികാരങ്ങൾ അത് വന്നുകൊണ്ടിരിക്കും. അതിനെ തടയാൻ ആർക്കും പറ്റില്ല. ഏത് വലിയ സന്യാസിയാണെങ്കിലും ഏത് വലിയ ആളാണെങ്കിലും ക്രോധം വരും, സന്തോഷം വരും, ദുഃഖം വരും, ഒക്കെ വരും. പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും ആർക്ക്? വിവേകം കൊണ്ട്, ശാസ്ത്ര ജ്ഞാനം കൊണ്ട്. ക്രോധം വരുന്ന മാത്രമേ അതിനെ തടഞ്ഞു നിർത്തുന്നവര്. അതെന്തുകൊണ്ടാണ് തടഞ്ഞു നിർത്തുന്നത്? ജ്ഞാനം കൊണ്ട്. ആർക്കാണോ ഇതുപോലെ തന്റെ ആ അകത്തിരുന്ന് ഉയർന്നു വരുന്ന ക്രോധാഗ്നിയെ തടഞ്ഞു നിർത്താൻ ശമിപ്പിക്കാൻ സാധിക്കുന്നത് അവരാണ് ആത്മവിചാരത്തിന്, മോക്ഷത്തിന് അധികാരികൾ എന്ന് വെച്ചാൽ അർത്ഥം, ഈ പറയുന്ന വികാരങ്ങളെ തടയാൻ സാധിക്കാത്തവർക്ക് എന്തില്ല? മോക്ഷം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ അത് മോക്ഷത്തിന് തടസ്സമാണ്. മഹാഭാരതത്തിൽ പറയും, ക്രോധോ ഹന്താ മനുഷ്യാണാം. മഹാഭാരതത്തിൽ പറയും, ക്രോധോ ഹന്താ മനുഷ്യാണാം. ക്രോധം മനുഷ്യനെ കൊല്ലും. ക്രോധമൂലോ വിനാശോ ഹി പ്രജാനാം ഇഹ ദൃശ്യതേ. ഇതൊക്കെ മഹാഭാരതത്തിൽ പറയണതാ. ക്രോധമൂലോ വിനാശോ ഹി പ്രജാനാം ഇഹ ദൃശ്യതേന്നാ. പ്രജാനാം നോക്കൂ, ജനങ്ങൾക്ക് നാശം ഉണ്ടാവാൻ ഏറ്റവും മൂല കാരണം എന്താണ്? ക്രോധമാണ്. ക്രുദ്ധ പരുഷയാവാച എന്ന് പറയും. ഒക്കെ മഹാഭാരതത്തിൽ പറയുന്ന കേട്ടോ. ക്രുദ്ധ പരുഷയാവാച. ക്രുദ്ധനായവൻ പരുഷമായ വാക്കുകളെ പറയൂ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാവിന് എന്താ വരിക എന്ന് പറയാൻ പറ്റില്ല. മുന്നിലിരിക്കുന്നത് അച്ഛനാണോ, അമ്മയാണോ, ഭർത്താവാണോ, ഭാര്യയാണോ, ഗുരുനാഥനാണോ, ഒന്നും ഉണ്ടാവില്ല. ബുദ്ധിയെ മറയ്ക്കും. ക്രുദ്ധ പാപ നരഃകുര്യാത്. ക്രുദ്ധനായവൻ, ക്രോധം വന്നവൻ പാപം ചെയ്യും. ഇതിന്റെ ഒക്കെ മൂല കാണുന്നത് ഈ ക്രോധം.
അതുകൊണ്ട് ആരാണോ ക്രോധത്തെ അടക്കുന്നത് അവനാണ് ഈശ്വര വിചാരത്തിന് അധികാരി. പറയണം എന്താ പറയുന്നത്? മുക്തിക്ക് വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളോന്നതിൻ ക്രോധമറികടോ. മാതാപിതൃ ഭ്രാതൃം എത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതൂപുമാൻ. കേട്ടിട്ടില്ലേ? ക്രോധമാണ് മുക്തിക്ക് വിഘ്നമായിട്ട് വരുന്നത്. അതുകൊണ്ട് ചിന്തിച്ച് ശാന്തിയെ തന്നെ ഭജിക്കാൻ നീ പറഞ്ഞിട്ടില്ലേ രാമൻ ലക്ഷ്മണനോട്? അതുകൊണ്ട് ശാന്തഭാവത്തെ ഭജിക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരൊന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷം ചന്ദ്രൻ എന്ത് ചെയ്തു? അവർക്ക് വൃക്ഷങ്ങളുടെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുത്തു. അവരുടെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി. എന്നിട്ടും ആ ദേഷ്യം കുറച്ചുകൊണ്ട് അടങ്ങണില്ല ഈ പ്രജാദസുകൾക്ക് കണ്ടപ്പോ ആ വൃക്ഷപുത്രിയെ അവർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. വിവാഹം കഴിച്ചു കൊടുത്താൽ ദേഷ്യമില്ലാണ്ടാവുമോ? അറിയില്ല. എന്താ അത്? പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ദേഷ്യപ്പെടും. പിന്നെ അങ്ങോട്ട് ദേഷ്യപ്പെടാൻ സമയം ഉണ്ടാവില്ല അത്രേ. പിന്നെ അവരിങ്ങോട്ടാവും ദേഷ്യം. അതുകൊണ്ടാവും ചിലപ്പോൾ. എന്തായാലും വിവാഹം കഴിച്ചു കൊടുത്തു. അതുകൊണ്ട് എന്തായി? ഒന്ന് ശമിച്ചു. ഈ വൃക്ഷപുത്രിയിൽ പ്രചേതസുകൾക്കുണ്ടായ പുത്രനാണ് പ്രാചേതസ് എന്ന് പറയും. അതായത് ദക്ഷൻ എന്ന് പറയും. ഈ ദക്ഷൻ എന്നുള്ള വാക്കിന് അർത്ഥം സമർത്ഥൻ എന്നാണ്. ഈ ദക്ഷൻ മഹായോഗിനായി തീർന്നു. അദ്ദേഹം ഏതാണ്ട് ആ ഒരു പ്രജാവൃദ്ധിയെ ചെയ്യുന്നതിനായിട്ട്, തന്റെ പിതാവിന്റെ നിർദ്ദേശപ്രകാരം പ്രജാവൃദ്ധിയെ ചെയ്യുന്നതിനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? തപസ്സിന് പോയി. തപസ്സിന് പോയ സമയത്ത് എന്താ? വിന്ധ്യാപർവ്വതത്തിന്റെ സമീപത്തുള്ള ആ ഒരു വനത്തിൽ പ്രവേശിച്ച് അദ്ദേഹം അതിഗംഭീരമായിട്ടുള്ള തപസ് അനുഷ്ഠിക്കുകയാണ്. എങ്ങനെ? ഭഗവാനെ സന്തോഷിപ്പിക്കാൻ, പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഒരു കർമ്മം ചെയ്യുന്നതിന് ആ കർമ്മത്തിന് ഫലസിദ്ധി ഉണ്ടാവണമെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാവണം. ഏത് കർമ്മമാണെങ്കിലും ശരി, ഏത് കർമ്മമാണെങ്കിലും ഈശ്വര സ്മരണയോടുകൂടി, ഈശ്വര ഉപാസനയോട് കൂടിയിട്ട് വേണം ഏതൊരു കർമ്മവും ചെയ്യാൻ. എങ്കിലും അതിന് പൂർണ്ണ ഫലം ഉണ്ടാവുള്ളൂ എന്നാ. അതുപോലെ തന്നെ ഈ മഹാത്മാവ് ദക്ഷൻ എന്ത് ചെയ്തു? തന്റെ ആ ഒരു സൃഷ്ടിയെ ചെയ്യുന്നതിനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഭഗവാനെ ഉപാസിക്കാൻ വേണ്ടിയിട്ട് പോയി. എങ്ങനെ? അഘമർഷണം എന്ന പേരുള്ള ആ ഒരു തീർത്ഥത്തില് സ്നാനം ചെയ്തിട്ടാണ് അദ്ദേഹം ഒരു ഉപാസന തുടങ്ങിയത്. ഹംസഗുഹ്യം എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു സ്തുതിയോട് കൂടിയിട്ട്. എന്താണ് ഹംസഗുഹ്യം എന്ന് പറയുന്നത്? വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഭാഗമാണ്. അഘമർഷണ തീർത്ഥത്തിൽ സ്നാനം ചെയ്തിട്ട് അദ്ദേഹം ഹംസഗുഹ്യ സ്തോത്രം കൊണ്ട് ഭഗവാനെ ദിവസവും ഉപാസിക്കാൻ തുടങ്ങി. എന്താ പറയുന്നത്? നമുക്കൊന്ന് ചുരുക്കിയിട്ടൊന്ന് ചിന്തിക്കാൻ, വിസ്തരിക്കാൻ സാധ്യമല്ല, സമയമില്ല, പോരായ്മകളുണ്ട്. അതുകൊണ്ട് കൂടെ വരിക. രണ്ടാമത്തെ ആവർത്തി പറയാൻ സമയം ഉണ്ടാവില്ല. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുക. പറയണു എങ്ങനെയാണ് ആ ഹംസഗുഹ്യ സ്തോത്രം? ഇവിടെ പറയണു: നമഃ പരായാവിദധാനഭൂതയേ ഗുണത്രയാഭാസ നിമിത്ത ബന്ധവേ അദൃഷ്ടധാംനേ ഗുണതത്വബുദ്ധിർനിവർത്തമാനായ ദധേ സ്വയംഭുവേ. നമഃ പരായ അവിദധാനഭൂതയേ ഗുണത്രയ ആഭാസ നിമിത്ത ബന്ധവേ അദൃഷ്ടധാമനെ ഗുണതത്വബുദ്ധിർനിവർത്തമാനായ ദധേ സ്വയംഭുവേ. നമഃ, ഭഗവാനെ ഞാൻ അങ്ങേ നമസ്കരിക്കുകയാണ്. എങ്ങനെയുള്ള അങ്ങ് പരായ എന്താണ്? സർവത്തിനും അപ്പുറത്തിരിക്കുന്ന പരമപുരുഷനാണ് ആര്? അവിടുന്ന്. പിന്നെയോ അവിദധാനുഭൂതയെ, സത്യമായിരിക്കുന്ന ആ ഒരു ശക്തിയോട്, ചില ശക്തിയോട് കൂടിയിരിക്കുന്ന ഹേ ഭഗവാനെ ഗുണത്രയ ആഭാസ നിമിത്ത ബന്ധവേ, ഗുണത്രയങ്ങളെ കൊണ്ട് 3 ഗുണങ്ങളാൽ പ്രകാശിക്കപ്പെടുന്നവനായ അല്ലയോ ഭഗവാനെ, ആ അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. പിന്നെയോ അദൃഷ്ടധാംനെ ഗുണതത്വബുദ്ധിർ, ശരീരാദി ഉപാധികളില് ദേഹബുദ്ധി വെച്ചിരിക്കുന്നവന് ഒരിക്കലും അറിയപ്പെടാൻ സാധിക്കാത്തവനുമായ അല്ലയോ ഭഗവാനെ, അങ്ങയെ ഞാനിതാ നമസ്കരിക്കണു. അപ്പൊ സംശയമായി. എന്താ? ശരീരാദി ബുദ്ധിയിൽ, അല്ലെങ്കിൽ ഈ ശരീരത്തിൽ ഞാനെന്ന ബുദ്ധി വച്ചിരിക്കുന്നവന് ഒരിക്കലും അറിയാൻ സാധിക്കാത്തവനും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ സമാധാനം അടുത്ത ശ്ലോകത്തിൽ പറയുന്നു: ന യശ സഖ്യം പുരുഷോ വൈദി സഖ്യുഹോ സഖാ വസൻ സംവസതഃ പുരസ്മിൻ ഗുണോ യഥാ ഗുണിനോ വ്യക്തദൃഷ്ടേഹേ തസ്മൈ മഹേശായ നമസ്കരോമി. എന്താ പറയണത്? ശരീരാദി ബുദ്ധിയിലിരിക്കുന്നവർക്ക് ഈശ്വരഭാവം പ്രകാശിക്കില്ല എന്ന് പറഞ്ഞാൽ ശരീരബോധമുള്ളവന് ഈശ്വര വിചാരം ഉണ്ടാവില്ല. ഇത് വളരെ പ്രധാനമാണ്. എന്താണ് ശരീരബോധം? ശരീരത്തിൽ ഞാനെന്ന് അഭിമാനിച്ച് ശരീരത്തിലൂടെ സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്നവന് ഈശ്വരനെ പ്രാപിക്കാൻ സാധ്യമല്ല. രണ്ടും തമ്മിൽ ചേരില്ല. ഈശ്വര വിചാരവും ശരീരബോധവും തമ്മിൽ ഒരിക്കലും ചേരില്ല. ഇരുട്ടും വെളിച്ചവും പോലെയാ.
ഒരിക്കലും ചേരില്ല. ബ്യൂട്ടി പാർലറിൽ പോയിരിക്കുമ്പോൾ ആ കക്കരിക്ക രണ്ടും മുറിച്ചിട്ട് രണ്ട് കണ്ണിലും വെച്ചിട്ട് മുഖത്ത് മറ്റേ മൈദമാവും കുഴച്ചു ഇട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ആരെങ്കിലും ചൊല്ലോ ബ്യൂട്ടി പാർലറിന്? എവിടെന്നും കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും മറ്റേ ചുവന്ന ലൈറ്റ് പിടിപ്പിച്ച മറ്റേ വണ്ടി വരും കൊണ്ടുപോകാൻ ആസ്പത്രിയിലേക്ക് ഇല്ലേ? ബ്യൂട്ടി പാർലറിൽ പോയിരിക്കുന്ന സമയത്ത് അവിടെ ഈശ്വര വിചാരം തോന്നില്ല. അത് ശരീരബുദ്ധിയുടെ ഒരു വലിയ സ്ഥാനമാണ് അവിടെ. സപ്താഹത്തിന് വന്ന് നമ്മൾ ഭാഗവതം കേൾക്കാൻ വന്നിരിക്കുമ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വരുമോ? വരുന്ന കൂട്ടരൊക്കെ ഉണ്ട് കേട്ടോ. പറഞ്ഞ അർത്ഥം, ശരീരബോധം എത്ര കണ്ട് നമുക്കുണ്ടോ അത്ര കണ്ട് ഈശ്വര വിചാരം കുറയും. എത്ര കണ്ട് ഈശ്വര വിചാരം കൂടുന്നുണ്ടോ അത്ര കണ്ട് ശരീരബോധവും കുറയും. അപ്പൊ ഈശ്വര വിചാരം കൂടുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു അളവുകോലാണെന്ത്? ശരീരത്തില് വല്ലാത്ത ഒരു ഇന്നിപ്പോ വല്ലാത്ത കഷ്ടം. ഇന്നിപ്പോ നാരായണീയം വായിക്കാൻ പോണെങ്കിലും പുതിയ സെറ്റും കൊണ്ട് വാങ്ങണമെന്നാ. അങ്ങോട്ടേമേ നാളെ പോണ്ടേ? എന്താ നാരായണീയം വായിക്കാൻ? അയ്യോ, ഞാൻ പുതിയ വാങ്ങിയിട്ടില്ല. എന്നാ വേഗം വാങ്ങിക്കോളൂ. എന്തിനാത് സെറ്റും കൊണ്ട് വാങ്ങണം നാരായണീയം വായിക്കാനേ? ഇപ്പൊ നാരായണീയം ഭാഗവതമൊക്കെ ഇന്നിപ്പോ എന്തിനാ? പുതിയ സാരി വാങ്ങാനാ. ശാസ്ത്രങ്ങൾ നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ നിന്ന് നമ്മളെ പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ അതുകൊണ്ടും നമ്മൾ വിഷയത്തിലേക്ക് കൂപ്പ് കുത്തുന്നു. വല്ലാത്തൊരു കഷ്ടാട്ടു. മത്സരപ്പെന്ന് നാരായണീയം കൊണ്ട ഒന്നും പറയാണ്ടിരിക്കണം നല്ലത്. പറഞ്ഞാൽ നമ്മൾ തെറ്റും ഇല്ലേ? ചിന്തിക്കുക. അതുകൊണ്ട് എന്താ പറയണത്? ആ ഒരു ശരീരബോധത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ആത്മബോധം ഉണ്ടാവില്ല. വളരെ പ്രധാനമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? നോക്കൂ, സുഖം വാസ്തവത്തിൽ എവിടെ ഇരിക്കണത്? സുഖം വാസ്തവത്തിൽ എവിടെ ഇരിക്കണത്? പക്ഷെ നമ്മൾ അന്വേഷിച്ചു പോണത് എവിടെയാ? സുഖം വാസ്തവത്തില് അതപ്പോ ചോദിച്ചുകൊണ്ട് പറഞ്ഞതല്ലേ. അകത്തകത്തെന്ന് പറയണത് നമ്മളിപ്പോ പുറത്തേക്ക് ഓടണില്ലേ? നമ്മൾ പുറത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ സുഖം എവിടെ ഇരിക്കണത്? അവനവന്റെ അകത്ത് അവനവനായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ അകത്ത് ഞാനായിട്ടിരിക്കുന്ന ആ ആനന്ദ സ്വരൂപത്തെ, ആ സുഖത്തെ എനിക്ക് അറിയാൻ സാധിക്കണില്ല. ഞാൻ അതിനെ ലോകത്ത് അന്വേഷിച്ച് നടക്കുകയാണ്. ഈ ലോകത്ത് ഞാൻ അതിനെ അന്വേഷിച്ച് നടക്കുകയാണ് ആ സുഖത്തെ കിട്ടാൻ വേണ്ടിയിട്ട്. ആ ആനന്ദത്തെ അറിയാൻ ശേഷിയില്ലാത്ത ആ മനുഷ്യൻ അവൻ എന്താണ്? തന്നിൽ തന്നെ ഇരിക്കുന്ന ആ സുഖത്തെ മറ്റൊരു വസ്തുവിലൂടെ അനുഭവിക്കാൻ ശ്രമിക്കുക ചെയ്യണത്. അതിനുകൊണ്ടാണ് നമ്മൾ ഓരോ വസ്തുക്കളുടെ പിന്നാലെ ഓടുന്നത്. തന്നിൽ തന്നെ താനായിട്ടിരിക്കുന്ന തന്റെ സ്വരൂപത്തെ, ആ ആനന്ദത്തെ അതറിയാൻ ശേഷിയില്ലാത്ത അവൻ തന്നിൽ താനായിട്ടിരിക്കുന്ന ആ ആനന്ദ സ്വരൂപത്തെ, ആരാ ആനന്ദം? തന്റെ അകത്ത് ഈശ്വരഭാവമുണ്ട്. ആ ഈശ്വരൻ വാസ്തവത്തിൽ ആരാണ്? അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപവ്രജൗകസാം യന്മിത്രം പരമാനന്ദം. ബ്രഹ്മദേവൻ അത് പറയാൻ കാരണം എന്താ? യന്മിത്ര, ഇവരുടെ സുഹൃത്തുക്കൾ ആരാണ്? അഹോഭാഗ്യം അഹോഭാഗ്യം. ഇവരുടെയൊക്കെ ഭാഗ്യം എന്താ നോക്കൂ, ഒന്ന് നോക്കണേ. ആ പശു അതാ നക്കി തുടയ്ക്കണു. എന്തൊരു ഭാഗ്യം ചെയ്ത ജന്മാണ്. ഒരു ഗോപകുമാരൻ അതാ കണ്ണന്റെ കൈ പിടിച്ച് വലിക്കണു. വേറൊരാളതാ തോളത്ത് ചാടി കയറണു. ഒരു ഗോപിക അതാ ചോറ് ഉരുട്ടിയിട്ട് വായിലേക്ക് വെച്ചു കൊടുക്കണു. ആര്യ ചെയ്യണത്? പരമാനന്ദം. ആരത്? പരമാനന്ദ സ്വരൂപമാണത്. അപ്പൊ ഈശ്വരൻ ആരാണ്? പരമാനന്ദമാണ്. അപ്പൊ തന്നിൽ തന്നെ താനായിട്ടിരിക്കുന്ന ആ പരമാനന്ദത്തെ സ്വയം അറിയാൻ ശേഷിയില്ലാത്ത അവൻ മറ്റു വസ്തുവിലൂടെ ആ സുഖത്തെ അനുഭവിക്കാൻ ശ്രമിക്കുക ചെയ്യണത്. ഏതുപോലെയാണെങ്കിൽ തന്റെ സ്വരൂപത്തെ തന്നെ താൻ കണ്ണാടിയിൽ കണ്ട് ആനന്ദിക്കുന്നത് പോലെ. എന്റെ സ്വരൂപത്തെ ഞാൻ കണ്ണാടിയിൽ, വേഗം മനസ്സിലായില്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന സ്ഥലം എവിടെയാ? ഇല്ലേ? ഞാൻ എന്റെ സ്വരൂപത്തെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, എങ്ങനെ കാണാൻ സാധ്യമല്ല. അപ്പൊ എന്റെ സ്വരൂപത്തെ ഞാൻ കണ്ണാടിയിൽ കണ്ട് ആനന്ദിക്കുന്നത് പോലെ എന്നിലിരിക്കുന്ന ഈശ്വരഭാവത്തെ അറിയാൻ ശേഷിയില്ലാത്ത ആ സാധാരണക്കാരൻ ലോകത്തിലെ മറ്റ് വിഷയങ്ങളിലൂടെ അന്വേഷിച്ചു പോണത് എന്തിനെയാ? തന്നിൽ തന്നെ ഇരിക്കുന്ന സുഖത്തെയാണ്. പക്ഷെ ലോകത്തിലെ വിഷയങ്ങളിലൂടെ അത് അന്വേഷിക്കാൻ ശ്രമിച്ചാൽ, കാരണം അതൊക്കെ നാളെ ഇല്ലാണ്ടാവണതാ.
താൻ ബാഹ്യമായിട്ട് ആശ്രയിച്ചതൊക്കെ നാളെ ഇല്ലാണ്ടാവണതാ. അതുകൊണ്ട് ലോക വിഷയങ്ങളിൽ എത്ര കാലം നമ്മൾ ഓടിയാലും അവന് തൃപ്തി വരില്ല. തൃപ്തനാവണമെങ്കിൽ, സ്വസ്ഥനാവണമെങ്കിൽ അവനിലിരിക്കുന്ന, അവനായിട്ടിരിക്കുന്ന ആത്മഭാവത്തെ പ്രാപിക്കണം. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പറയുന്ന എന്താണ്, ആ അഹംബോധം, ഞാൻ ശരീരമല്ല ആത്മസ്വരൂപമാണെന്ന ബോധം ഇല്ലാത്തിടത്തോളം കാലം ശരീരത്തിൽ ശരീരമാണ് ഞാനെന്ന് അഭിമാനിച്ചിരിക്കുന്ന ആ വ്യക്തിക്ക് എന്ത് സാധ്യമല്ല? ഈശ്വരഭാവത്തെ അറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭഗവാനെ, ആ ഭാവത്തിലിരിക്കുന്ന അങ്ങയെ ഞാനിതാ നമസ്കരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ടോ പറയണോ എന്താണ്? യതോ വരാമോ മനസോ നാമരൂപസദൃഷ്ടസ്മൃതി സംഭ്രമോഷാത് യതേ കേവലയാസു സംസ്ഥയാ ഹംസായ തസ്മേ ശുചിസത്മനേ നമഃ. പിന്നെ എപ്പോഴാണ് ഈ ഭാഗം അങ്ങോട്ട് ഈ ഭാവത്തെ പ്രാപിക്കാൻ സാധിക്കുക? ലോക വിഷയങ്ങളിൽ അഭിരമിച്ച്, ശരീരാദി വിഷയങ്ങളിൽ അഭിരമിച്ചിരിക്കണവന് ഈശ്വരനെ അറിയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയത് സാധിക്കുക? പറയണോ, ലോക വിഷയങ്ങളോടുള്ള മനസ്സിന്റെ ആ ഒരു ഒട്ടല് എപ്പോഴാണോ ഇല്ലാണ്ടാവണത് അപ്പോഴേ അവന് മുക്തി ഉണ്ടാവുള്ളൂ. വാസനാക്ഷയം എപ്പോഴാണോ അപ്പം മുക്തി. എന്താ മുക്തി എന്ന് പറഞ്ഞാൽ? മുക്തി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വാസനാക്ഷയം. വാസന എപ്പോൾ ക്ഷയിക്കുന്നു അപ്പം മുക്തനായി തീർന്നു. എന്താ വാസന എന്ന് പറഞ്ഞാൽ? വാസന എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മറ്റേ വാസന അല്ലാട്ടോ. ഇവിടെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് ഉയർന്ന കൂട്ടരാന്നുള്ളതുകൊണ്ടാ അങ്ങനെ പറയണത്. എന്തായാലും എന്താണ് വാസനാക്ഷയം? യഥോപരരാമോ അല്ലെ, യഥോപരാമോ മനസ്സോ നാമരൂപ രൂപസ്യ ദൃഷ്ട സ്മൃതി സംഭ്രമോഷാത്. എന്താ പറയണത്? എപ്പോഴാണോ ആ വിഷയങ്ങളോടുള്ള മനസ്സിന്റെ ഒട്ടല് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായിട്ട് തന്നിലേക്ക് ചുരുങ്ങണത്, അപ്പോ അവനെന്തുണ്ടായി? ഈശ്വരഭാവത്തെ പ്രകാശിപ്പിക്കാൻ സാധിക്കും. നോക്കൂ, ഈ ജാഗ്രത് അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? സുഖവും ദുഃഖവും ഒക്കെ ഉണ്ട്. ജാഗ്രതത്തിലാണ് ഇപ്പൊ ഞാൻ ഈ ലോക വിഷയങ്ങളിൽ ഏർപ്പെടുന്നത് അല്ലേ? നമ്മളിപ്പോ ഈ ജാഗ്രതയിലല്ലേ ഇരിക്കുന്നത്? വെച്ചാൽ എന്റെ ഇന്ദ്രിയങ്ങളാൽ ഞാൻ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യപ്പെടുന്ന ലോകമാണ് ജാഗ്രത ലോകം. എന്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഞാൻ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ആ ഒരു മേഖലയാണ് ജാഗ്രത ലോകം. അപ്പൊ ഈ ജാഗ്രതയിൽ ഞാൻ ഇരിക്കുമ്പോ ഞാൻ ആരാണ്? ഞാൻ പുരുഷനാകുന്നു, ഞാൻ സ്ത്രീയാകുന്നു, ഞാൻ അച്ഛനാകുന്നു, അമ്മയാകുന്നു, ബന്ധുവാകുന്നു, ഭർത്താവാകുന്നു, ഭാര്യയാകുന്നു, മുതലാളിയാകുന്നു, രോഗിയാകുന്നു, തൊഴിലാളിയാകുന്നു, സുന്ദരനാകുന്നു, വിരൂപനാകുന്നു. ഇങ്ങനെ പല 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 ദ്വന്ദ്ങ്ങളാണ് എനിക്കുണ്ടാവുന്നത് ഈ ജാഗ്രതയിൽ. അതുകൊണ്ട് എനിക്ക് എന്തുണ്ടാവുന്നുണ്ട്? സുഖം ഉണ്ടാവുന്നുണ്ട്, ദുഃഖം ഉണ്ടാവുന്നുണ്ട്, മാനം, അപമാനം, ശീതം, ഉഷ്ണം, പാപം, പുണ്യം, ഇതൊക്കെ എന്നെ ബാധിക്കും. എപ്പോ? ഈ ജാഗ്രതയിലിരിക്കുമ്പോൾ. ചൽ ലോക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ലോക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അച്ഛനാകുന്നു, പുരുഷനാകുന്നു, ഭാര്യയാകുന്നു, സ്ത്രീയാകുന്നു, മകളാകുന്നു, ഇങ്ങനെ പല 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 ഞാൻ അല്ലാത്തതിനെ ഞാനെന്ന് അഭിമാനിച്ച് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞുകൂടുന്നു. അപ്പൊ സുഖവും ദുഃഖവും മാനവും അപമാനവും ശീതവും ഉഷ്ണവും പാപവും പുണ്യവും എന്നെ ബാധിക്കുന്നുണ്ട്. എന്നാൽ അതൊക്കെ എപ്പോഴാ? ഈ സുഖവും ദുഃഖവും ശീതവും ഉഷ്ണവും മാനവും അപമാനവും ഒക്കെ എപ്പോഴാ? ഈ ജാഗ്രതയിലിരിക്കുമ്പോൾ, ഇന്ദ്രിയ വിഷയങ്ങളിലിരിക്കുമ്പോൾ, ഈ ലോക വിഷയങ്ങളിലിരിക്കുമ്പോൾ. ഞാൻ ഉറങ്ങിയാലോ? സ്വപ്നം കാണുന്നൊരവസ്ഥയല്ല, സ്വപ്നവും കഴിഞ്ഞിട്ടുള്ള ഒരു സുഷുപ്തിയിലേക്ക് പോയാലോ? ഞാൻ അച്ഛനാണോ? ഞാൻ അമ്മയാണോ? ഞാൻ പുരുഷനാണോ? ഞാൻ സ്ത്രീയാണോ? ഒന്നുമല്ല. ഭർത്താവ് മരിച്ചു കിടക്കണുണ്ടാവും. ഭർത്താവ് മരിച്ചു കിടക്കണ വീടാ. ഭാര്യ കരഞ്ഞ് 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 ആ കരഞ്ഞ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. വല്ല ദുഃഖമുണ്ടോ? ഭാര്യ മരിച്ചു കിടക്കുക, അല്ലെങ്കിൽ മക്കൾ മരിച്ചു കിടക്കുക, അച്ഛനും അമ്മയും കരഞ്ഞ് 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 ക്ഷീണിച്ചവര് ഒന്ന് ഉറങ്ങിപ്പോയി. ദുഃഖമുണ്ടോ? ദുഃഖമുണ്ടോ? ഇല്ല. എപ്പോഴാ ദുഃഖം? ഈ ലോകത്തില്, ഈ ജാഗ്രതത്തില് ഞാൻ അച്ഛനായിട്ടും അമ്മയായിട്ടും അല്ലേ ഒക്കെ ബന്ധുവായിട്ടും ഒക്കെ ഇരിക്കുമ്പോ ഈ ലോകത്തുള്ളത് എനിക്ക് മാനവും അപമാനവും സുഖവും ദുഃഖവും തരുന്നു. എന്നാൽ ഈ ലോകത്ത് നിന്ന്, ഈ അനുഭവ ലോകത്ത് നിന്ന് ഞാൻ എന്നിലേക്ക് ഞാൻ പോകുമ്പോ എന്താ ഉറക്കെന്ന് പറഞ്ഞാൽ? ഞാൻ എന്നിലേക്ക് തിരിയാണ്. ഈ ലോകത്ത് നിന്ന്, ഈ അനുഭവ ലോകത്ത് നിന്ന് ഞാൻ വാസ്തവത്തിൽ എന്നിലേക്ക് ഞാൻ പോവുകയാണ് ചെയ്യുന്നത്.
ആ ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സിലേക്ക് പോയി, മനസ്സിനെ അടക്കി വീണ്ടും ബുദ്ധിയിലേക്ക് പോയി, അവിടെ നിന്ന് അടക്കി ഞാൻ എന്നിലേക്ക് പോകണു. അപ്പൊ സുഖം. അതുകൊണ്ടല്ലോ സപ്താഹത്തിന് വന്നാലും നമ്മൾ ഉറങ്ങണത്. സപ്താഹത്തിന് വന്നാലും നമ്മൾ ഉറങ്ങണതിനാ? ഈ സുഖം കിട്ടാനാ? അവണോ അറിയില്ല കേട്ടോ, അവ അറിയില്ല. മുമ്പിൽ വന്നിരുന്ന് മറ്റേ മോട്ടോർ ഓൺ ചെയ്യും ചില അമ്മമാര്. കുറുകുർ 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 കുറുകുർ. അത് തൂണുണ്ട്, ചാരി ഇരിക്കാൻ സൗകര്യ. എന്തുകൊണ്ടത്? ഒരു സുഖം കിട്ടണണ്ടേ. എത്രയോ കാലമായിട്ട് ഉറക്കം കിട്ടാത്ത അമ്മമാര് ഭാഗവതം കേട്ടപ്പോൾ ഉറങ്ങുത്രേ. എന്താ അറിയില്ല കേട്ടോ, എല്ലാത്തൊരു കഴിവാ ഭാഗവതത്തിന്. എന്തായാലും നോക്കൂ, ബാഹ്യ വിഷയങ്ങളിലേക്ക് ഓടുന്ന ആ ഒരു ഭാവത്തിലുണ്ടല്ലോ. നോക്കൂ, ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നത് ഞാൻ എന്നിലേക്ക് പോവുകയാണ്. അപ്പൊ എന്താ സ്ഥിതി? ഞാൻ നോക്കൂ, ഞാൻ എന്താകുന്നു? ഞാൻ വാസ്തവത്തിൽ ആരാണോ ഞാൻ അതായിട്ടിരിക്കണോ? ഞാൻ അച്ഛനല്ല വാസ്തവത്തില്, ഞാൻ അമ്മയല്ല വാസ്തവത്തില്. ഇതൊക്കെ ഞാൻ എന്നിൽ ആരോപിക്കണതാ. വാസ്തവത്തിൽ എന്റെ സ്വരൂപം എന്താണോ ഞാൻ അതിലേക്ക് ഞാൻ ചെല്ലുമ്പോ ഞാൻ സ്വസ്ഥനാകുന്നു. അപ്പോഴാണ് ഞാൻ സ്വസ്ഥനാവുക. സ്വസ്ഥനായി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതെപ്പോഴാ? ഞാനായിട്ടിരിക്കുമ്പോൾ. അപ്പൊ ഞാൻ പുരുഷനാണോ? ഉറങ്ങിയിട്ട് നല്ല സുഷുപ്തിയിലിരിക്കുമ്പോൾ ഞാൻ പുരുഷനാണോ? ഒന്നുമില്ല. ഞാൻ എന്താന്ന് ചോദിച്ചാൽ ഞാൻ അറിയില്ല. ആനന്ദത്തിലാണ് ഞാൻ. അപ്പോൾ അതെനിക്കറിയാം. സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറയും. അപ്പൊ ആനന്ദമാണ്. അതുകൊണ്ട് ഈ വിഷയവാസന എപ്പോഴാണോ ക്ഷയിക്കുന്നത് അപ്പോഴേ മുക്തി ഉണ്ടാവുള്ളൂ. കൊട്ടത്തേങ്ങയാവുക. കൊട്ടത്തേങ്ങയാവുക. കൊട്ടത്തേങ്ങയായാൽ മുക്തനായി. അങ്ങനെ കൊട്ടത്തേങ്ങയാവല്. എത്ര കാലം ഈ നാളികേരത്തിന് ചിരട്ടയുമായിട്ട് ബന്ധമുണ്ടോ അത്ര കാലം ചിരട്ടയ്ക്ക് എന്ത് പറ്റിയാലും അത് ആരെയും ബാധിക്കും? നാളികേരത്തിനെയും ബാധിക്കും. ചിരട്ടയുമായിട്ടുള്ള ആ ഒരു ഒട്ടൽ എത്ര കാലമുണ്ടോ അത്രയും കാലം ചിരട്ടയ്ക്ക് എന്ത് പറ്റിയാലും അത് നാളികേരത്തിനെ ബാധിക്കും. എന്നാൽ ഈർപ്പമല്ലാത്ത ഒരു സ്ഥലത്ത് ഈ നാളികേരം കൊണ്ടുപോയി വെക്കുക. അധികം ഈർപ്പമില്ലാത്ത സ്ഥലത്ത് നനവുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ എന്താവും? നനവുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ എന്താവും? അത് മുളയ്ക്കും. മുളച്ചു കഴിഞ്ഞാലോ കഴിഞ്ഞു. വാസന, ജന്മം, ക്ഷയം, വാസന, കർമ്മം, ജനിക്കുക, മരിക്കുക, ജനിക്കുക, മരിക്കുക. ഈ ഈർപ്പം എന്താണ്? മനസ്സിന്റെ വിഷയങ്ങളാണ്. ആ മനസ്സിന്റെ വിഷയങ്ങളെ കൊണ്ട് നമ്മൾ വീണ്ടും ജനിക്കാനുള്ള കാരണത്തെ നമ്മൾ ഉണ്ടാക്കും. ആ നാളികേരം വീണ്ടും അതെന്താവും? ഒരു തയ്യായിട്ട് മാറും. എന്നതിൽ വീണ്ടും ധാരാളം തേങ്ങ കൊലകൾ. അങ്ങനെ ജീവിതം ഒരു തേങ്ങാക്കൊലയാവും. അപ്പൊ എന്ത് ചെയ്യണം? ഈ നാളികേരം നനവുള്ള സ്ഥലത്ത് വെച്ച് ഞാൻ വീണ്ടും മുളയ്ക്കും. അപ്പൊ അത് മുളയ്ക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഈർപ്പമില്ലാത്ത ചൂടുള്ള സ്ഥലത്ത് പണ്ടൊക്കെ നമ്മൾ അടുക്കളയിൽ ഇതിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുക. ആ പുക തട്ടിയിട്ട് അത് വേഗം അല്ലേ? അപ്പൊ എന്താവും? ആ നാളികേരത്തിൽ എത്ര കാലം നീരുണ്ടോ ജലമുണ്ടോ അത്രയും കാലം അത് ചിരട്ടയുമായിട്ട് ബന്ധമുണ്ടാവും. ആ നീര് വറ്റുന്നതോട് കൂടിയിട്ട് നാളികേരം ചിരട്ടയുമായിട്ടുള്ള ബന്ധം അങ്ങോട്ട് വിടും. ചിരട്ടയുമായിട്ടുള്ള ബന്ധം അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാലോ പിന്നെ ചിരട്ടയ്ക്ക് എന്ത് പറ്റിയാലും അത് നാളികേരത്തെ ബാധിക്കില്ല. പിന്നെ അത് ജനിക്കോ? കൊട്ടതേങ്ങ മുളയ്ക്കോ? ഇല്ല. ഇതുപോലെ നമ്മൾ എന്താവണം? കൊട്ടതേങ്ങയാവുക. മനസ്സിലായില്ല? എന്ന് പറഞ്ഞാൽ ഈ നീര് വിഷയവാസനകൾ എത്ര കാലം നമ്മളിലുണ്ടോ അത്രയും കാലം ശരീരവുമായിട്ട് നമ്മൾ അങ്ങോട്ട് ഒട്ടി നിൽക്കും. അതുകൊണ്ട് ശരീരത്തിനുണ്ടാവുന്ന മാനാപമാനങ്ങള് നമ്മളെ ബാധിക്കും. അതുകൊണ്ട് ഈ നീര് പോണെങ്കിൽ, ഈ വിഷയങ്ങൾ ഇവിടുന്ന് പോണ എന്ത് ചെയ്യണം? നല്ല ചൂടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ ഇരുത്തുക. ചൂടുള്ള സ്ഥലത്ത് ഇരുത്തുക എന്ന് പറഞ്ഞാൽ തപസ് ചെയ്യുക. തപസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നിഷ്ഠ, ഒരു സമ്പ്രദായം, ശാസ്ത്ര പഠനം, വിചാരം, ഇതൊക്കെ ചെയ്യുമ്പോൾ ആ തപം കൊണ്ട് എന്നിലുള്ള വിഷയവാസനകൾ അങ്ങനെ വറ്റി 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 ഞാൻ ശരീരവുമായിട്ടുള്ള ബന്ധം അങ്ങോട്ട് വിട്ട് കൊട്ടത്തേങ്ങയാവും. കൊട്ടത്തേങ്ങ ഇല്ലേന്ന് വെച്ചപ്പോൾ എങ്ങനെയാ ഉദാഹരണം പറയാൻ അറിയില്ല കേട്ടോ. മനസ്സിലാവില്ലേ? അതുപോലെ ഈ ശരീരവുമായി ലോക വിഷയങ്ങളോടുള്ള ആ ഒരു മനസ്സിന്റെ ഒട്ടൽ എന്നാണോ അതിൽ നിന്ന് ഉപരമിക്കുന്നത്, അപ്പോ എന്തുണ്ടാവുന്നു? അയാൾക്ക് മോക്ഷം ഉണ്ടാവണോ? അയാൾക്ക് ഈശ്വരഭാവം പ്രകാശിക്കണോ? അതുകൊണ്ട് പറയണു എങ്ങനെയാണ്? അതിപ്പോ മനസ്സിലായി, അങ്ങനെയാണ് കാര്യം എന്ന് മനസ്സിലായി. ഇപ്പം വേഗം അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയാൽ നാളെ മോക്ഷം നേടാൻ പറ്റുമോ? അത്രേ ഉള്ളൂല്ലേ കാര്യം. എപ്പോഴാട്ടോ മനസ്സിലായത്? ഞാൻ പോയിട്ട് വരട്ടോ. എങ്ങോട്ടാണ് മോക്ഷം വാങ്ങാൻ പോവുക? ശബരിമലയ്ക്ക് പോകുമ്പോൾ പറയാറുണ്ടല്ലേ, കെട്ടും കെട്ടി ആരെ കാണാൻ? സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടിയാൽ
പണ്ടൊരു ഗുരുസ്വാമി അറിയാതെ ചോദിച്ചു, ഈ മോക്ഷം കിട്ടിയാൽ ശിഷ്യന്മാരൊക്കെ മേപ്പെട്ട് നോക്കുക, അതായത് മോക്ഷം കിട്ടിയാൽ ഞങ്ങൾ സഞ്ചരിച്ചിട്ട് ഇങ്ങോട്ട് പോരും, അല്ലാപ്പം എന്താ, ഇതെന്താ സാധനം എന്ന് മനസ്സിലായിട്ടില്ല ഇതുവരെ, അല്ലെ എന്തോ വാങ്ങാൻ കിട്ടുന്ന സാധനമാണെന്നാ വിചാരം. അതുകൊണ്ട് നോക്കൂ, അത് മനസ്സിലായി, എന്താണ് വിഷയവാസനകൾ ഇല്ലാണ്ടാക്കലാണ് പ്രധാനം, എന്നാലാണ് മോക്ഷം ഉണ്ടാകുക എന്ന് മനസ്സിലായി. പക്ഷെ ഇതിപ്പോൾ ചെന്നാൽ കിട്ടുമോ? കിട്ടില്ല. പിന്നെ എന്ത് വേണം? ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. സ വൈ മമാശേഷ വിശേഷമായ നിഷേധ നിർവാണ സുഖാനുഭൂതി സ സർവനാമാസ ച വിശ്വരൂപ പ്രസീദതാം അനിരുക്താത്മശക്തി. അപ്പം അങ്ങോട്ട് പോയിട്ട് മോക്ഷം നേടാമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. അതിനെന്ത് വേണം? പ്രസീദതാം, ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ ആ ഒരു വഴിയിലേക്ക് സഞ്ചരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ല, അതിന് ആരുടെ സഹായം വേണം? ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. ഭഗവാന്റെ അനുഗ്രഹം ഏത് വിധത്തിലാണ് വരിക? ഗുരുനാഥനിലൂടെ വരും. അപ്പൊ അതുകൊണ്ട് പറയുകയാണ്, എന്താണ്, ആ മായാസ്പർശമില്ലാത്തവനായ ഭഗവാനെ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കണം. ഭഗവാനെ മായ ബാധിക്കോ? ഇല്ല, ഭഗവാന്റേതാണ് മായ. പാമ്പിന്റെ വിഷം പാമ്പിനെ ബാധിക്കോ? പാമ്പിന്റെ വായിൽ വിഷമുണ്ട്, എന്നിട്ട് ഏതെങ്കിലും പാമ്പ് ആ വിഷം വിഴുങ്ങിയിട്ട് പാമ്പ് മരിച്ചോ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പാമ്പിന്റെ വിഷം പാമ്പിനെ ബാധിക്കാത്തത് പോലെ ഭഗവാന്റെ തന്നെ മായ ഭഗവാനെ ബാധിക്കില്ല. അതുകൊണ്ടാണല്ലോ ശിവന്റെയും വിഷ്ണുവിന്റെയും ഒക്കെ കഴുത്തിൽ കണ്ടിട്ടില്ലേ പാമ്പ്? ഒരാൾ അതിനെ അലങ്കാരമാക്കി കൊണ്ടു നടക്കണം, വേറൊരാള് കിടക്കാനുള്ള കിടക്കയായിട്ട് ഉപയോഗിക്കണം. എന്താ കാരണം? മായയാണ്. അവർക്കതെന്താണ്? അവർക്കത് അവരുടെ അലങ്കാരമാണ്. ആ ഭാവത്തിലുള്ള ആ ഈശ്വര ഭാവത്തെ ഉണ്ടല്ലോ, ആ ഭഗവാനെ ആശ്രയിക്കുന്നതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാനെ ഞാനത് അങ്ങയെ നമസ്കരിക്കുകയാണ്. യദ്യം നിരുക്തം വചസാ നിരൂപിതം ധിയാക്ഷിഭിർവാ മനസാ ബോധയസ്യ മാ ഭൂൽ സ്വരൂപം ഗുണരൂപം ഹി തത്തൽ സവൈ ഗുണാപായ വിസർഗലക്ഷണഃ. വളരെ പ്രധാനമായിട്ടുള്ളൊരു ഒരു ഭാഗമാണ്. എന്താ പറയുന്നത്? യദ്യം നിരുക്തം വചസാ നിരൂപിതം ധിയാക്ഷിഭിർവാ മനസാ ബോധയസ്യ മാ ഭൂത് സ്വരൂപം ഗുണരൂപം ഹി തത്തൽ സവൈ ഗുണാപായ വിസർഗലക്ഷണഃ. വാക്കിനാൽ ഏതൊന്നാണോ പറയപ്പെടുന്നത്, പിന്നെയോ ബുദ്ധി കൊണ്ട് എന്തെന്തിനെയാണോ നിശ്ചയിക്കപ്പെടുന്നത്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്തിനെയാണോ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നത്, മനസ്സുകൊണ്ട് ഏതൊന്നാണോ സങ്കല്പിക്കുന്നത്, അതൊന്നും വാസ്തവത്തിൽ എന്തല്ല, അതൊന്നും ഭഗവാന്റെ സ്വരൂപമല്ല. വളരെ പ്രധാനമാണ്. ഇതൊക്കെയാണ് ഭാഗവതത്തിന്റെ മൂലം എന്ന് പറയുന്നത്. വാക്കുകളെ കൊണ്ട് അത് പറയാൻ സാധ്യമല്ല. എന്തിനെ? ഇന്നതാണ് ഈശ്വരൻ എന്ന് പറയാൻ സാധ്യമല്ല. അത് ബുദ്ധി കൊണ്ട് ഇന്നതാണെന്ന് ഗ്രഹിക്കാനും സാധ്യമല്ല. പിന്നെയോ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയോ? ഇല്ല. ഇന്ദ്രിയങ്ങളാലും ആ ഒരു ഈശ്വരഭാവത്തെ അറിയാൻ പറ്റില്ല. മനസ്സുകൊണ്ട് സങ്കല്പിക്കാനും സാധിക്കില്ല. ഇങ്ങനെയാണ് ഈശ്വരൻ എന്ന് സങ്കല്പിക്കാൻ പറ്റില്ല. ഈശ്വരന്റെ സ്വരൂപം എന്താണെന്ന് അത് വാക്കുകളെ കൊണ്ടോ ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ശിവമഹിംനാ സ്തോത്രത്തിലെ പുഷ്പദന്തം എന്ന് പറയുന്ന മഹാത്മാവ് പറയും, തവ തത്വം ന ജാനാമി കീദൃശോസി മഹേശ്വര യാദൃശോസി മഹാദേവ താദൃശായ നമോ നമഃ. എന്താ ഗംഭീര സ്തുതിയായിട്ട് എന്താ പറയുന്നത്? എന്താ? തവ തത്വം ന ജാനാമി, ഭഗവാനെ അങ്ങയുടെ തത്വം എന്താന്ന് എനിക്കറിയില്ല. എനിക്കറിയാം. ഓരോരുത്തർ ഓരോ രീതിയിൽ പറഞ്ഞു. ഒരാൾ പറഞ്ഞു ശിവനാണെന്ന് പറയണോ, കഴുത്തിൽ പാമ്പിനെ കെട്ടിട്ട് ജഡയൊക്കെ ആയിട്ട് നിൽക്കണമെന്ന് പറയണോ. വേറൊരു കൂട്ടർ പറയണു ഏയ് അങ്ങനെയല്ല, പിന്നെയോ ശംഖും ചക്രവും അല്ലെ പീതാംബരൊക്കെ ധരിച്ചിട്ട് അങ്ങനെയാണെന്ന് പറയണു. വേറൊരു കൂട്ടർ പറയണു അങ്ങനെയൊന്നല്ല, ചുമന്ന പട്ടുകൊടുത്തിട്ടാ. അതുകൊണ്ട് എനിക്കിതൊന്നും ആകെ കൂടെ കേൾക്കുമ്പോ എനിക്ക് മനസ്സിലായി എന്ത് അങ്ങയുടെ തത്വം എന്താണെന്ന് എനിക്കറിയില്ല. തവ തത്വം ന ജാനാമി കീദൃശോസി മഹേശ്വര, അങ്ങ് എങ്ങനെയുള്ളവനാണെന്നും എനിക്കറിയില്ല. അങ്ങ് എങ്ങനെയുള്ളവനാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അത്ര പറയണോ, എന്താണ്? യാദൃശോസി മഹാദേവ താദൃശായ നമോ നമ. എങ്ങനെയാണോ അങ്ങ്, അങ്ങനെയുള്ള അങ്ങക്ക് നമസ്കാരം. എന്നാ പിന്നെ അപകടമില്ല അല്ലേ? എങ്ങനെയാണോ അങ്ങ്, അത് അങ്ങേക്കേ അറിയുള്ളൂ അങ്ങ് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ എങ്ങനെയുള്ള ആളാണോ അങ്ങ്, അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. ആ ഒരു ഭാവം ഉണ്ടാവണം. അതുകൊണ്ട് നോക്കൂ, ഈശ്വരഭാവത്തെ വാക്കുകളെ കൊണ്ടോ ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ നമുക്ക് അറിയാൻ സാധിക്കില്ല. ഈശ്വരന് രൂപമില്ല. ഈശ്വരന് രൂപമില്ല, നാമവുമില്ല.
രൂപം ഉണ്ടെങ്കിലല്ലേ നാമം ആവശ്യമുള്ളൂ. അതുകൊണ്ട് നാമരൂപങ്ങളില്ല ഈശ്വരന്. ഈശ്വരനെ പൂജിക്കാൻ സാധ്യമല്ല. ഈശ്വരന് ക്ഷേത്രങ്ങളുമില്ല. അയ്യോ അദ്ദേഹം പറഞ്ഞിപ്പോ എങ്ങോട്ടാ പോണത്? ആകെ വയ്യാണ്ടാക്കുവോ ഇല്ലേ? നോക്കൂ, ഈ ഒരു തത്വം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ വിഷമല്ല. എന്താണ്? ഈശ്വരന് ക്ഷേത്രങ്ങളില്ല. കാരണം രൂപമില്ലാത്തവനാകുന്നു ഈശ്വരൻ. ഈശ്വരനെ പൂജിക്കാൻ സാധിക്കില്ല. പൂജിക്കണമെങ്കിൽ അപ്പുറത്ത് വേറൊന്ന് വേണ്ടേ? ഇങ്ങനെ പൂജിക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് പൂജിക്കാൻ പറ്റുമോ? ഇല്ല. ഇങ്ങോട്ട് പൂജിക്കണം. ഇവിടെ രൂപം നമ്മൾ കാണുന്നുണ്ട് ഇല്ലേ? അപ്പോൾ രൂപങ്ങളില്ലാത്തവനാകുന്നു ഈശ്വരൻ. അതുകൊണ്ട് ഈശ്വരനെ പൂജിക്കാൻ സാധ്യമല്ല. ഈശ്വരന് ക്ഷേത്രങ്ങളും ഇല്ല. ഉണ്ടെങ്കിൽ അത് ഈശ്വരനല്ല. പിന്നെ നമ്മൾ പൂജിക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ എന്താ? പിന്നെ അത് ഈശ്വരനല്ല, അത് ഈശ്വരന്റെ ദേവതാ സങ്കല്പങ്ങളാണ്. നമുക്ക് ആരാധിക്കാൻ, നമ്മുടെ മനസ്സിന് പിടിക്കാൻ ഉള്ള ഒരു ഉപാധി മാത്രമാണ് ക്ഷേത്രങ്ങൾ. അല്ലാതെ ഈശ്വരനല്ല. ഈശ്വരനെ പരിമിതപ്പെടുത്താൻ സാധ്യല്ല. അത് സർവത്ര. ഈശ്വരൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അത് സർവത്രയാണ്. ഈശാവാസ്യം ഇതം സർവം. അത് രൂപത്തിലേക്ക് ചുരുക്കണത് എന്തിനാ? നമുക്ക് പിടിക്കാനാണ്. അതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കഥ. അതുകൊണ്ട് വാക്കുകളെ കൊണ്ട് പറയാൻ സാധ്യമല്ല. ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അതിനെ പറയാൻ സാധ്യമല്ല. ഇന്നതാണ് ഈശ്വരൻ എന്ന് പറയാൻ സാധ്യമല്ല. വേദാന്തം പറയണു, തന്നിൽ നിന്ന് അന്യമായി ഉപാസിക്കപ്പെടുന്നതൊന്നും ബ്രഹ്മമല്ല. എന്താണ് വേദാന്തം പറയണു? തന്നിൽ നിന്ന് അന്യമായി ഉപാസിക്കപ്പെടുന്നതൊന്നും ബ്രഹ്മമല്ല. ഉപാസിക്കുന്നവനാകുന്നു ബ്രഹ്മം. അഹം ബ്രഹ്മാസ്മി. എന്താ തത്വമസി എന്ന് പറഞ്ഞാൽ? എന്ത് മസിയ? എന്ത് മസി? മലപ്പുറത്ത് പോയാ ചോദിക്കുക എന്ത് മസിയ? മറ്റേ എഴുതണ മസി അല്ല, ആ മസിയല്ല. തത്വമസി എന്ന് പറഞ്ഞാൽ എന്താ? അത് നീയാകുന്നു. ഏത് ഹേ സാധക, അല്ലയോ ഭക്ത, ഏതൊരു പരം തത്വത്തെ സാക്ഷാത്കരിക്കാനാണോ, ഏതൊരു പരം ഭാവത്തെ കണ്ടറിഞ്ഞ് സായുജ്യം അണയാനാണോ അതികഠിനങ്ങളായ വ്രതങ്ങളെയും നോറ്റ് നീ ഇവിടെ വന്നത്, അത് നീ തന്നെയാണെന്നറിയൂ. അതറിയണമെങ്കിൽ ആ ബോർഡ് ഇങ്ങനെ വായിച്ചിങ്ങനെ മേപ്പെട്ട് നോക്കിയെന്ന് ഇരുന്നാൽ മനസ്സിലാവില്ല. അതിന് മുമ്പേ കുറച്ചു കാലത്തെ വ്രതങ്ങൾ ഉണ്ടാവണം. നിഷ്ഠയോട് കൂടിയിട്ട് ചിത്തത്തെ ശുദ്ധം വരുത്തി ഭക്ഷണത്തിലും പ്രവൃത്തിയിലും വാക്കിലുമൊക്കെ തപസ്സനുഷ്ഠിച്ച് അവിടെ കയറി ചെന്ന് അത് വായിക്കുമ്പോഴാണ് അവന്റെ അകത്ത് ഒരു പ്രകാശം ഉണ്ടാവും. അല്ലെങ്കിൽ അവൻ എന്തോന്ന് വായിച്ചു? തത്വം. അത് ഞാനാകുന്നു, അത് നീയാകുന്നു. ഈ തത്വമസി എന്നുള്ള വാക്യമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സൗകര്യം കിട്ടുമോ? നമ്മളെ ആശ്രമത്തിൽ നിന്ന് ഒരു വിദ്വാൻ ഇതൊക്കെ പഠിച്ചു, വേദാന്തൊക്കെ പഠിച്ചു. തത്വമസി അങ്ങനെ ചങ്ങാതി ഒരു ദിവസം ടൗണിൽ പോകുന്ന സമയത്ത് എന്തോ ആരോ തട്ടോ മുട്ടോ എന്തോ ചെയ്ത് ബഹളം ഉണ്ടായി. അങ്ങോട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി ആരെ? അദ്ദേഹത്തിന്. ദുഷ്ട. അപ്പൊ അദ്ദേഹം പറഞ്ഞു തത്വമസി. കഴുതേ, തത്വമസി. മൂഢ. അതൊക്കെ നമ്മുടെ ഭാഷയെ പറഞ്ഞാട്ടോ, അദ്ദേഹം വേറെ എന്തൊക്കെയാ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു തത്വമസി. മറ്റേ ചങ്ങാതി വിചാരിച്ചു ഞാൻ ഇത്രയൊക്കെ ചീത്ത വിളിച്ചിട്ട് അദ്ദേഹം എന്തോ വലിയ വേദാന്തം പറഞ്ഞു നമസ്കരിച്ചു പോയി. അദ്ദേഹം പറഞ്ഞ എന്താ? കഴുതേ വിളിച്ചപ്പോൾ എന്താ പറഞ്ഞത്? തത്വമസി. അത് നീയാകുന്നു. പാവം പൊട്ടെന്ന് അറിഞ്ഞില്ല. കാര്യം മനസ്സിലായില്ലേ? ഇപ്പൊ വേദാന്തം പഠിച്ച അങ്ങനെയൊക്കെ സൗകര്യം കിട്ടുമോ? അത് പഠിച്ചു വെച്ചോളൂ. വേഗം ചീത്ത വിളിച്ചാൽ ഇത് പറഞ്ഞാൽ മതി. തത്വമസി. അദ്ദേഹം വിചാരിക്കും നമ്മൾ സമാധിയായിട്ട് പറയാന്ന്. പാവം. എന്തായാലും ഈ ഭാവത്തില് ഈശ്വരഭാവത്തെ അത് വാക്കുകളെ കൊണ്ട് പറയാൻ സാധിക്കില്ല. അത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിച്ചറിയാൻ സാധിക്കില്ല. ഇന്ദ്രിയങ്ങൾക്കൊക്കെ അപ്പുറത്താണ് ആര്? ഈശ്വരഭാവം. അത് അവാച്യമാണ്, അത് അഗോചരമാണ്. വാക്കുകൾക്ക് അപ്പുറത്താണത്. ചിന്തിക്കുക. അത് അനുഭവിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അതിനെ പറയാനോ ഇല്ലേ ഇന്നതാണെന്ന് മനസ്സിലാക്കാനോ സാധിക്കില്ല. അത് അനുഭവിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പൊ മൈക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാ? കറണ്ട് ഉള്ളതുകൊണ്ടല്ലേ. ലൈറ്റ് ഇവിടെ ഉണ്ട്, വെളിച്ചമുണ്ട്. എന്തുകൊണ്ടാ? കറണ്ട് ഉള്ളതുകൊണ്ടല്ലേ. ഈ കറണ്ട് ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? കറണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാട്ടോ? അതിന് ഇങ്ങനെ രൂപം. കറണ്ടിന്റെ രൂപം ആരെയും കണ്ടവരുണ്ടോ? കറണ്ടിന്റെ രൂപം കണ്ടവരുണ്ടോ? അത് ഇന്നതാണെന്ന് ആർക്കും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അത് അനുഭവിക്കാൻ പറ്റൂല്ലേ? ആ പ്ലഗിനുള്ളൊന്ന് പോയി കൈയിട്ട് നോക്കൂ. വിദ്യ പറഞ്ഞുതരാം. ആ ഒരു ചെറിയ കമ്പി എടുത്തിട്ട് ആ പ്ലഗിൻ്റെ ഉള്ളിലേക്കൊന്നും ഇടുക. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുക.
അമ്മൂട്ടിയമ്മ അങ്ങനെ ചിരിച്ചു നിൽക്കുന്ന കാണാം. കാരണം എന്താ? ആ ബ്രഹ്മാനന്ദാനുഭൂതിയിൽ അങ്ങനെ ഇരിക്കുകയാണ് ആര്. അത് അനുഭവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് ഇനി സൗകര്യം എന്താണെന്നറിയോ? ആ ബ്രഹ്മാനന്ദാനുഭൂതിയിലിരിക്കുന്ന അമ്മൂട്ടിയമ്മയുടെ കാലിലൊന്ന് പിടിച്ചാലും മതി, നമുക്കും കിട്ടും ആ അനുഭവം. എന്ന് വെച്ചാൽ ഈശ്വരഭാവത്തെ സാക്ഷാത്കരിച്ച മഹാത്മാക്കളുടെ പാദം പിടിച്ചാലും നമുക്കും അത് കിട്ടും. അതുകൊണ്ട് ഷോക്കടിച്ച് ആ സുഖം അനുഭവിക്കുന്നവന്റെ കാലിൽ പിടിച്ചാലും നമുക്ക് ആ സുഖം കിട്ടും. അതുകൊണ്ട് അത് ഇന്നതാണ് എന്ന് ഒരാൾക്കും പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഹേ ഭഗവാനെ, അങ്ങക്ക് എന്തില്ല? നാമമോ രൂപമോ ഒന്നുമില്ല. അങ്ങക്ക് രൂപങ്ങൾക്കൊക്കെ അപ്പുറത്താണ്. എന്നിട്ടും ഇനി അടുത്തത് പറയണം നോക്കൂ. എന്നിട്ടും പറയാണ്, യോനുഗ്രാഹാർത്ഥം ഭജതാം പാദമൂലം അനാമരൂപോ ഭഗവാനനന്ദ നാമാനി രൂപാണി ജന്മകർമ്മഭിർഭേജേ സമഹ്യം പരമപ്രസീദതോ. യോനുഗ്രഹാർത്ഥം ഭജതാം പാദമൂലം. നോക്കൂ, അങ്ങക്ക് നാമമോ രൂപമോ ഒന്നുമില്ല. എന്നാലും അങ്ങയുടെ പാദമൂലത്തെ ഭജിക്കുന്ന സജ്ജനങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് കാരുണ്യമൂർത്തിയായ അങ്ങ് രൂപം ധരിച്ചിട്ട് അവരെ അനുഗ്രഹിക്കണോ? ഇല്ലേ? എന്താണ്? അങ്ങക്ക് നാമവും രൂപമോ ഇല്ല. അങ്ങക്ക് നാമവും രൂപവും ഇല്ല. രൂപങ്ങൾക്ക് അപ്പുറത്താണ് അങ്ങ്. എന്നാലും രൂപമില്ലാത്തവനാണെങ്കിലും അല്ലയോ ഭഗവാനെ, ഇല്ലേ, അനുഗ്രഹാർത്ഥം അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് തന്റെ ഭക്തൻ തന്റെ പാദമൂലത്തെ ആശ്രയിച്ച് തന്റെ ഭക്തനെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാനെ അങ്ങ് എന്ത് ചെയ്യണോ? അങ്ങ് രൂപങ്ങളെ ധരിക്കണോ? എന്തെന്തൊക്കെ രൂപങ്ങൾ ധരിക്കണില്ലേ? എന്തെല്ലാം ലീലകളാടുന്നു. നരസിംഹമായിട്ട്, വാമനനായിട്ട്, കൂർമ്മമായിട്ട്, രാമനായിട്ട്, കൃഷ്ണനായിട്ട് എന്തെന്തൊക്കെ ലീലകള്. ഭഗവാൻ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആ കംസനെ കൊല്ലാൻ ഭഗവാൻ ഇങ്ങനെ കൃഷ്ണനായിട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഭഗവാൻ അവിടെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ പറഞ്ഞാൽ പോരെ, ആ കംസൻ ചിക്കൻ കുനിയെ ഒന്ന് മരിച്ചു പോട്ടെ. ചിക്കൻ കുനിയെ ഒന്ന് മരിച്ചു പോട്ടെ പറഞ്ഞാൽ കംസൻ മരിച്ചു പോകും. പക്ഷെ ഭഗവാൻ എന്തിനാ അവിടെ വന്നത്? ഭഗവാന്റെ ഓരോ ലീലകളും എന്നും എക്കാലത്തും സജ്ജനങ്ങൾക്ക് മനസ്സിലങ്ങനെ വിചാരം ചെയ്ത് മറ്റ് വിഷയങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോവാതെ അവന്റെ മനസ്സ് ഈശ്വര ലീലകളിൽ എന്നും നിർത്താൻ വേണ്ടിയാണ് ഭഗവാൻ ഭൂമിയിൽ വന്നിട്ട് ഓരോ ലീലകളാടുന്നത്. അല്ലെങ്കിൽ ഭഗവാൻ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. നമുക്കിപ്പോൾ ഇവിടെ അങ്ങനെ വന്നിരിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാ? ഭഗവാൻ അന്ന് ആ ലീലയാടിയത് കൊണ്ട്. ഭഗവാന്റെ കഥകൾ കേൾക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാ? ഭഗവാൻ ആ ലീലകൾ ആടിയത് കൊണ്ട്. അപ്പോ തന്റെ പാദത്തെ ഭജിക്കണ തന്റെ ഭക്തനെ അനുഗ്രഹിക്കാനായിട്ട് കാരുണ്യമൂർത്തിയായ അല്ലയോ ഭഗവാനെ, അങ്ങ് എന്ത് ചെയ്യണോ? രൂപമില്ലാത്തവനാണെങ്കിലും അനവധി രൂപം എടുക്കണോ? രൂപമില്ലാത്തവന് രൂപം ഉണ്ടാവുമോ? രൂപമില്ലാത്തവന് രൂപം ഉണ്ടാവുമോ? ചിന്തിക്കുക. രൂപമില്ലാത്തവനാണെങ്കിലും രൂപമുള്ളവനായല്ലോ ഭഗവാൻ. എന്താണ്? തസ്മൈ നമ പരേശായ ബ്രഹ്മണേ അനന്തശക്തയേ അരൂപായോരു രൂപായ നമ ആശ്ചര്യകർമ്മണേ. ഗജേന്ദ്ര മോക്ഷത്തിൽ ഗജേന്ദ്രൻ പറയില്ലേ, അരൂപായ ഒരു രൂപായ. രൂപമില്ലാത്തവനാണെങ്കിലും അനവധി രൂപമുള്ളവനായാലോ ഭഗവാനെ. രൂപമില്ലാത്തവനാണെങ്കിലും അനവധി രൂപമുള്ളവനല്ലേ. രൂപമില്ലാത്തവൻ എങ്ങനെ രൂപം ഉണ്ടാവുക? സംശയമായി. സമയമില്ല. എന്നാലും ജലത്തിന് രൂപമുണ്ടോ? ജലത്തിന് രൂപമുണ്ടോ? ജലത്തിന്റെ രൂപം ഇന്നതാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. ജലത്തിന് രൂപമില്ല. ജലത്തിന് രൂപമില്ലെങ്കിലും ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് നമ്മുടെ കാലാവസ്ഥ ഡിഗ്രി താഴുമ്പോ ജലം ഐസായി മാറുന്ന കണ്ടിട്ടില്ലേ? പ്രകൃതിയുടെ കാലാവസ്ഥ ഒരു -ഡിഗ്രിയിലേക്ക് താഴുമ്പോ ജലം ഒരു രൂപം എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പൊ അതിന് രൂപമുണ്ടോ? രൂപമുണ്ട്. എന്നാൽ ജലത്തിന് രൂപമുണ്ടോ? ഇല്ല. അപ്പോ പ്രകൃതിയുടെ ആ ഒരു കാലാവസ്ഥ ഒരു -ഡിഗ്രിയിലേക്ക് താഴുമ്പോ എപ്രകാരമാണോ രൂപമില്ലാത്തവനായ ജലം ഒരു രൂപത്തെ പ്രാപിക്കുന്നത്, ഇതുപോലെ നമ്മളൊക്കെ -ഡിഗ്രിയാണ്. മനസ്സിലായില്ല? നമ്മളൊക്കെ -ഡിഗ്രിയാ. ആ നിറഞ്ഞിരിക്കുന്ന ഈശ്വരഭാവത്തെ ഗ്രഹിക്കാനുള്ള ശേഷിയില്ലാത്തവരായ -ഡിഗ്രിയിലേക്ക് താഴ്ന്ന മാനസികാവസ്ഥയിലിരിക്കുന്ന നമ്മൾക്ക് പിടിക്കാൻ, ഗ്രഹിക്കാൻ, ഉപാസിക്കാൻ, പൂജിക്കാൻ നമ്മുടെ നിലയിലേക്ക് ഭഗവാൻ താഴ്ന്നു വരുന്നതാണ് അവതാരങ്ങൾ, രൂപങ്ങൾ. നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് കാരുണ്യമൂർത്തിയായിട്ടുള്ള ഈശ്വരൻ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഭാവത്തിൽ ഇവനൊന്ന് എന്നെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് എന്നിലേക്ക് വീരട്ടെ എന്നുള്ള കാരുണ്യമൂർത്തിയായ ഭഗവാൻ, രൂപമില്ലാത്തവനായ ആ ഈശ്വരൻ നമ്മുടെ മാനസിക നിലയിലേക്ക് താഴ്ന്ന് ഒരു രൂപത്തിൽ നിന്ന് തരിക ഭഗവാൻ. അങ്ങനെ ആ രൂപത്തിനെ ആശ്രയിച്ച് ഉപാസിച്ച്
ഈ ഐസായി തീർന്ന ജലം പിന്നെ എപ്പോഴാ വീണ്ടും ജലാവുക? സൂര്യൻ അങ്ങനെ ഉദിച്ച് ആ സൂര്യന്റെ ചൂട് തട്ടുമ്പോ വീണ്ടും അത് ജലമായി തീരണു. ഇതുപോലെ ആ താഴ്ന്ന നിലയിലിരിക്കുന്ന മാനസികാവസ്ഥയിലുള്ള അവൻ ഒരു രൂപത്തെ, ഈശ്വരനെ ആശ്രയിച്ച് ഉപാസിച്ച് മാനസികമായ പക്വതയും ജ്ഞാനവും നേടുമ്പോ ആ ജ്ഞാനത്തിന്റെ ആ താപത്തില് അവന്റെ ആ രൂപങ്ങൾ അങ്ങോട്ട് വിലയം പ്രാപിച്ച് അവൻ പരം തത്വത്തെ സാക്ഷാത്കരിക്കുന്നു. പിന്നെ അവന് രൂപം വേണ്ട. തുടക്കത്തിൽ അവന് ക്ഷേത്ര സമ്പ്രദായങ്ങളൊക്കെ വേണം. അങ്ങനെ ഉപാസിച്ച് രൂപങ്ങളിലെ മനസ്സിനെ നിർത്തി പൂജിച്ച് നമ്മള് സമയമില്ല എന്നാലും പറയട്ടെ, നമ്മളിവിടെ ശബരിമലയ്ക്ക് പോവുക, അല്ലെങ്കിൽ ഗുരുവായൂർക്ക് പോവുക. ഏകാദശിയാണ് എന്താ വെച്ചാൽ കൂട്ടിക്കൊള്ളു, നല്ല തിരക്കാ. ഗുരുവായൂർ 5 മണിക്കൂറാ വരി നിന്നത്. മഞ്ജുളാലിന്റെ അവിടെ ഇരുന്ന് വരി. അങ്ങനെ വരി നിന്ന് ഇപ്പൊ ശബരിമലയാണ് വെച്ചാൽ അവിടെ എവിടെ വെച്ചാൽ കൂട്ടിക്കോളൂ. 5-6 മണിക്കൂർ അങ്ങനെ വരി നിന്ന് ഭഗവാനെ ഒന്ന് ദർശനം കിട്ടിച്ച ഭഗവാൻ അങ്ങനെ ശ്രീകോവിലിന് മുമ്പിൽ 5 മണിക്കൂർ നിന്നിട്ടോ വരി നിന്ന് ആ കമ്പീൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഏതാണ്ട് വയ്യാണ്ടേ ശ്രീകോവിലിന് മുമ്പിൽ എത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത്ര നേരെ വരി നിന്നെന്ന് പറയും. 5-6 മണിക്കൂർ വരുന്ന ശ്രീകോവിലിന് മുമ്പിൽ നമ്മൾ എന്താ ചെയ്യുക? ശ്രീകോവിലിന് മുമ്പിലത്തെ കണ്ണടയ്ക്കണ്ട? എന്താ അഭിപ്രായം? 5 മണിക്കൂർ 6-7 മണിക്കൂർ വരി നിന്നിട്ട് നമ്മൾ ശ്രീകോവിലിന് മുമ്പിലെത്തി നമ്മൾ കണ്ണങ്ങോട്ട് അടയ്ക്കും. ഇതിനപ്പം അങ്ങോട്ട് പോയത് 5 മണിക്കൂർ വരുന്നത്. എന്താ അഭിപ്രായം? കണ്ണടയ്ക്കണ്ടേ? എന്താ അഭിപ്രായം? അപ്പൊ അങ്ങനെ ഒന്നും ഞങ്ങളോട് ചോദിക്കണ്ട, ഞങ്ങൾ സൗകര്യമുള്ളപ്പോൾ ചെയ്യും. അതുപോലെ അവിടെ എത്തുമ്പോൾ ഞങ്ങൾ ആലോചിക്കും കണ്ണടയ്ക്കണ്ടേ എന്ന്. എന്താ അഭിപ്രായം? കണ്ണടയ്ക്കണ്ടേ? കണ്ണടയ്ക്കണം. അത് ശരി. ഇപ്പൊ പോയതൊക്കെ വെറുതെ ആയിട്ടു. എന്തിനാ കണ്ണടയ്ക്കണത്? ചിന്തിച്ചോളൂ. ഇതൊരു ഉപാസന, ഇതൊരു അഭ്യാസമാണ്. എന്തിനാത്? നമ്മള് ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് ആ വരിയിൽ നിന്ന് ആ വരിയിൽ നിന്ന് അവസാനം ഭഗവാന്റെ മുമ്പിൽ എത്തുമ്പോ നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ? ഈ കണ്ണുകൊണ്ട് ഭഗവാനെ കണ്ട ആ രൂപത്തെ ആവാഹിച്ച് ഞാൻ ഇവിടെ പ്രതിഷ്ഠിച്ച് കണ്ണങ്ങോട്ട് അടച്ചിട്ട് താക്കോലിട്ട് പൂട്ടുക. എന്നിട്ട് ഇവിടെ കാണുക. എവിടെയാ കാണേണ്ടത്? ഇവിടെയാണ് കാണേണ്ടത്. ഇവിടെ കാണാൻ ശേഷിയില്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ തന്നത്. പിന്നെ അവിടെ തന്നെ നോക്കിയിരിക്കരുത്. എന്ത് ചെയ്യണം? അവിടുന്ന് ആവാഹിച്ചിട്ട് ഇവിടെ പ്രതിഷ്ഠിക്കുക. എന്നിട്ട് ഇവിടെ മനസ്സിൽ കാണാൻ ശ്രമിക്കുക. അപ്പൊ എന്തുണ്ടാവും? നമുക്ക് ശീലമില്ലാത്തതുകൊണ്ട് അത് പോയിട്ട് അമ്മൂട്ടിയമ്മയുടെ മുഖം വരും, അല്ലെങ്കിൽ ഓന്നക്കുട്ടീന്റെ മുഖം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടി കണ്ണ് തുറന്നുകൂടി നോക്കുക. എന്നിട്ട് വീണ്ടും അകത്തുറപ്പിക്കുക, വീണ്ടും കണ്ണടയ്ക്കുക. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ മുമ്പ് കൂടെ പോകണ തിരുമേന്റെ മുഖമൊക്കെ ഓർമ്മ വരും. അപ്പൊ എന്തിനാ? കണ്ണടയ്ക്കണം. കണ്ണടച്ചു കഴിഞ്ഞിട്ട് ഇവിടെ കാണുക. അപ്പൊ വീണ്ടും പോകും, ഒന്നുകൂടി നോക്കുക. എവിടെയാ കാണേണ്ടത്? അകത്ത്. ഈ അകത്ത് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് നോക്കണത്. ഇത് ദിവസവും അഭ്യസിക്കുക. വീടിന്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് രാവിലെയും വൈകുന്നേരവും ഇത് അഭ്യസിക്കുക, അകത്ത് ഭഗവാനെ കാണാൻ വേണ്ടി. അങ്ങനെ ദിവസവും അഭ്യസിക്കുമ്പോൾ അകത്ത് നിൽക്കുന്നതിന്റെ സമയം കൂടും. അങ്ങനെ വീണ്ടും കൂടി വരും. വല്ലപ്പോഴും മാത്രമേ പോകുള്ളൂ. അപ്പൊ ഒന്നും ഇടയ്ക്ക് നോക്കിയാൽ മതി. അങ്ങനെ പോവാതെ അകത്ത് ഉറച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും നമ്മൾ ദിവസവും ഇങ്ങനെ അഭ്യസിക്കുമ്പോൾ. അങ്ങനെയുള്ള വന്ന ആൾക്ക് പിന്നെ ക്ഷേത്രം വേണ്ട. യാവതന്തരപൂജായാം, എത്ര കാലം വരെ ഒരുവൻ ആന്തരികമായിട്ട് ഈശ്വരഭാവത്തെ പൂജിക്കാൻ സാധിക്കണില്ലയോ അത്രയും കാലം അവൻ ബാഹ്യമായ വിഗ്രഹാദികളെ പൂജിച്ചോളണം. എപ്പോഴാണോ അവൻ അകത്തിരിക്കുന്ന ഈശ്വരഭാവത്തെ പൂജിക്കാൻ സാധിക്കണത് പിന്നെ അവന് ക്ഷേത്രം വേണ്ട. മനസ്സിലാവില്ലേ? അതുകൊണ്ട് രൂപങ്ങളൊക്കെ എന്തിനാണ്? മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഭാവത്തിൽ അങ്ങനെ ആ ഒരു ഹംസഗുഹ്യങ്ങളെ കൊണ്ട് അങ്ങോട്ട് വിസ്തരിച്ച് പറയേണ്ടതാണ്. വളരെ ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് സമയം കഴിയാനായി, എന്നാലും വേണ്ട പറയട്ടെ. എന്ന ഭാവത്തിൽ സ്തുതിച്ചപ്പോൾ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് എന്താണ്? അനുഗ്രഹിച്ചു. ആ ദക്ഷനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ദക്ഷ നോക്കൂ, നിന്റെ മനസ്സിലെ സങ്കല്പം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കണോ? പ്രജാവൃദ്ധിയെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നീ ഇപ്പൊ എന്നെ ഉപാസിച്ചത്. അതുകൊണ്ട് നിനക്ക് ആരാണ്? ആ പഞ്ചജനം എന്ന് പറയുന്ന മഹാത്മാവിന്റെ പുത്രി അസിക്നി എന്ന് പറയുന്ന ഒരു കന്യകയെ നീ വിവാഹം കഴിക്കും. ആ കന്യകയിലൂടെ നീ എന്ത് ചെയ്യും? ഈ പ്രജാവൃദ്ധിയെ ചെയ്യും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. പറഞ്ഞതുപോലെ അദ്ദേഹം അസിക്നിയെ വിവാഹം കഴിച്ചു. അതിൽ അദ്ദേഹത്തിന് 10,000 പുത്രന്മാരുണ്ടായി. ആരും തല കറങ്ങി വീഴണ്ട കേട്ടോ, മസാല പിടിച്ചിരുന്നോളൂ. 10,000 പുത്രന്മാരെ, ഹരിയേശ്വരന്മാർ. ഇതൊക്കെ തത്വമാണ് കേട്ടോ, വിസ്തരിച്ച് പറയാൻ നേരമില്ലാത്തതുകൊണ്ട് ഓടുകയാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1.25 മണിക്കൂറൊന്നും പോരാ. അതുകൊണ്ട് 10,000 പുത്രന്മാരുണ്ട്, ഹരിയേശ്വരന്മാരെന്ന് പറയും. ഈ ഹരിയേശ്വരന്മാർ ഏതാണ്ട് യോഗ്യന്മാരായപ്പോൾ എന്ത് പറഞ്ഞു? അച്ഛൻ ദക്ഷൻ പറഞ്ഞു, കുട്ടികളെ നിങ്ങൾ പോയി വിവാഹം കഴിക്കാനുള്ള പ്രായമായി, പോയി തപസ് ചെയ്ത് വരൂ.
വിവാഹം കഴിക്കണേ തപസ് ചെയ്യണോ? നല്ല കഥ അല്ലേ? നമുക്ക് അത്ഭുതമായില്ലേ? പണ്ടൊക്കെ അങ്ങനെയാണ് എന്താ, വിവാഹം കഴിക്കണമെങ്കിൽ തപസ് വേണം അത്രേ. എന്താ തപസ് എന്ന് പറഞ്ഞാൽ? തപസ് എന്ന് പറഞ്ഞാൽ കാട്ടുപോയി താടി മുടി നീട്ടുക. നമ്മളതാ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലേ? തപസ് എന്ന് പറഞ്ഞാൽ താടി മുടി നീട്ടലല്ല. ഇനിയോ ഒരു നിഷ്ഠ, ഒരു ചിട്ട, ഒരു സമ്പ്രദായം. ഇതാണ് തപസ് എന്ന് പറഞ്ഞാൽ. ജീവിതത്തിൽ ഒരു ചിട്ടയും ഒരു നിഷ്ഠയും ഒരു സമ്പ്രദായവും വരുന്നതിന് തപസ് എന്ന് പറയുക. തോന്നിയോണം ജീവിക്കലല്ല. അങ്ങനെ ഒരു ചിട്ടയും നിഷ്ഠയും സമ്പ്രദായവും ഉള്ളവനെ കല്യാണം കഴിച്ചാൽ നേരെയാവുള്ളൂ. അതുകൊണ്ട് ഈ ദക്ഷൻ തന്റെ പുത്രന്മാരായിരിക്കുന്ന ഹൈരേശന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് തപസ് ചെയ്തു വരുമെന്ന്. അച്ഛന്റെ നിർദ്ദേശപ്രകാരം അവർ തപസ്സിന് പോയിട്ട് അവരെന്ത് ചെയ്തു? തത്ര നാരായണ സരസ്തീർത്ഥം, അവിടെ നാരായണം എന്ന് പറയുന്ന തീർത്ഥമുണ്ട്. ആ തീർത്ഥത്തിൽ പോയിട്ട് അവര് മുങ്ങി അങ്ങനെ ഭഗവാനെ കുറച്ചു കാലം ഉപാസിച്ചപ്പോ നമുക്ക് എന്തുണ്ടായി? അവരുടെ ആ ഒരു മനസ്സിലുള്ള മാലിന്യങ്ങളൊക്കെ അങ്ങോട്ട് പോയി യോഗ്യന്മാരായി തീർന്നു. ആ വിഷയവാസനകളൊക്കെ അങ്ങോട്ട് ക്ഷയിച്ചു. എങ്ങനെ? ഇവിടെ ആ തീർത്ഥത്തിൽ മുങ്ങിയപ്പോൾ അവരുടെ വിഷമം, അവരുടെ മാലിന്യം പോയി എന്നാ പറയുക. ഇവിടെ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെള്ളത്തിൽ മുങ്ങിയാൽ അങ്ങനെ മനസ്സിന് മാലിന്യം പോകുന്നില്ല. മനസ്സിലാക്കേണ്ടത് ഈ അനവധി കാലം അവർ ഈശ്വരനെ ഉപാസിച്ചപ്പോൾ അവരുടെ വിഷയവാസനകളാണ് ക്ഷയിച്ചു. വിഷയവാസനകൾ ക്ഷയിച്ചാൽ, മനസ്സ് ശുദ്ധമായാൽ പിന്നെ അവിടേക്ക് എന്ത് കൊടുക്കണം? ജ്ഞാനം കൊടുക്കണം. മനസ്സ് യോഗ്യനായി തീർന്നാൽ അവൻ എന്തായി? എപ്പോഴാണോ ഒരുവന്റെ അന്ധക്കരണം മനസ്സ് പരിശുദ്ധമാവുന്നത്, അപ്പോ അവനെ സംസാരത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവന് അനുചിതമായ ഗുരുവിനെ ഭഗവാൻ എത്തിച്ചു കൊടുക്കും. ഇത് ലോക നിയമമാണ്. ഒരുവന്റെ മനസ്സ് ചിത്തം എപ്പോഴാണോ ശുദ്ധമാവുന്നത്, അപ്പോ സംസാരത്തിൽ നിന്ന് അവനെ ഉദ്ധരിക്കാൻ ഭഗവാൻ ഒരു ഗുരുവിനെ, എങ്ങനെയുള്ള ഗുരുവിനെ? അവന്റെ സംസ്കാരത്തിന് അനുയോജ്യനായ ഒരു ഗുരുവിനെ ഭഗവാൻ എത്തിച്ചു കൊടുക്കും. ഇത് പ്രകൃതി നിയമമാണ്. എന്നിട്ട് ഞങ്ങൾക്കാർക്കും ഗുരുവിനൊന്നും കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിയിട്ടില്ല വെച്ചാൽ നമ്മള് മനക്കെട്ടിട്ടില്ല. ഒരു ഗുരു വേണമെന്ന ആഗ്രഹം നമ്മുടെ അകത്ത് പ്രബലമായാൽ ഒരു സംശയം വേണ്ട, ഗുരു വന്നിരിക്കും. പരീക്ഷത്തിന് എപ്പോഴാണ് ഗുരുവിനെ കിട്ടിയത്? ഗുരു വേണമെന്ന് ആഗ്രഹിച്ചപ്പോഴാ. അതുകൊണ്ട് പറയണെന്നാണ് പഞ്ചദശിയിൽ പറയും, സത്കർമ്മ പരിഭാഗാത്തെ കരുണാനിധിനോധതാഹ പ്രാപ്യതീരതരുച്ഛായാം വിശ്രാമന്തി യഥാസുഖം. എന്താണ് പഞ്ചദശിയിൽ പറയാണ്? സത്കർമ്മ പരിഭാഗാത്തെ, ആ സത്കർമ്മങ്ങളെ കൊണ്ട്, ഈശ്വര വിചാരം കൊണ്ട് നോക്കൂ, ആ പരിഭാഗം വന്നവനെ, ജലപ്രവാഹത്തിൽപ്പെട്ടൊഴുകുന്ന കൃമിയെ കാരുണ്യമുള്ളവർ കാണുമ്പോൾ അടുത്ത് കരക്കിലേക്ക് ഇടില്ലേ? നടന്നു പോകുന്ന സമയത്ത് ജലപ്രവാഹത്തിൽ പെട്ടു പോകുന്ന ചെറിയ ചെറിയ ഉറുമ്പുകളൊക്കെ പോകുന്ന സമയത്ത് കാരുണ്യമുള്ളവരെന്ത് ചെയ്യും? അങ്ങോട്ട് കരക്കിലെ കണ്ട് കയറ്റി അങ്ങോട്ട് ഇടും. കാരണമില്ലാത്തവർ നൂടി വെള്ളത്തിലേക്ക് ഇടും. അപ്പോൾ ജലപ്രവാഹത്തിൽ പെട്ടൊഴുകുന്ന ആ കൃമികളെ കാണുമ്പോൾ കാരുണ്യമുള്ളവര് അതിനെ പിടിച്ച് കരക്കി കയറ്റുന്നത് പോലെ നമുക്ക് ആചാര്യന്മാര് കാരുണ്യം കൊണ്ട് കർമ്മപ്രവാഹത്തിൽ നിന്ന് നമ്മളെ പിടിച്ച് അങ്ങോട്ട് കരയിലേക്ക് അങ്ങോട്ട് കയറ്റിയിടും. അങ്ങനെ കയറ്റിയിടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സത്കർമ്മ പരിഭാഗം വരണം. സത്കർമ്മം കൊണ്ട് ആ മനസ്സ് ശുദ്ധമായിട്ട് തീരണം. ആ ഭാവത്തില് എന്തുണ്ടായി നോക്കൂ, ആ ഒരു ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടായി. അവിടേക്ക് ആര് വന്നോ? നാരദ മഹർഷിയെ പറഞ്ഞയച്ചു. നാരദ മഹർഷി അവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഉണ്ണിയാളെ കണ്ട് ഉണ്ണിയോട് ചോദിച്ചു, ഉണ്ണിയോളെ നിങ്ങളിപ്പോ എന്താ ചെയ്യണത്? തപസ് ചെയ്യുക. നാരദ മഹർഷിയെ നമസ്കരിച്ചു. നാരദ മഹർഷിയെ നമസ്കരിച്ചു ഹരീശ്വരന്മാര്. നാരദ മഹർഷി ചോദിച്ചു, നിങ്ങൾ എന്തിനാ തപസ് ചെയ്യണത്? ഓരോ തപസ്സിന് ഓരോ സങ്കല്പം ഉണ്ടാവുമല്ലോ, എന്തിനാ നിങ്ങൾ തപസ് ചെയ്യണത്? അപ്പൊ കുട്ടികൾ പറഞ്ഞു, കല്യാണം കഴിക്കാൻ. അയ്യയ്യയ്യേ എന്റെ കുട്ടികളെ, കല്യാണം കഴിക്കാൻ നല്ലത് തന്നെയാ തപസ്സൊക്കെ. പക്ഷെ ഇതേ തപസ്സുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈശ്വരനെ പ്രാപിക്കാൻ പറ്റേ? ഇതേ തപസ്സുകൊണ്ട് നിങ്ങൾക്ക് ഈശ്വരനെ വരെ പ്രാപിക്കാൻ സാധിക്കും. പിന്നെ അല്ലാതെ അവർക്ക് പരം തത്വത്തെ ഉപദേശിച്ചു കൊടുത്താര്? നാരദ മഹർഷി. അങ്ങനെ അവരെ സന്യസിപ്പിച്ച് പറഞ്ഞയച്ചു. തന്റെ മക്കളെ മുഴുവനും സന്യസിപ്പിച്ചു എന്ന് അറിഞ്ഞപ്പോഴേക്കും ദക്ഷനങ്ങോട്ട് ദേഷ്യം വന്നു. ഒരച്ഛനമ്മയും സമ്മതിക്കില്ലല്ലോ, നേരെയാവാനും സമ്മതിക്കുമോ? നമ്മളെ കുട്ടികൾ നേരെയാവാൻ സമ്മതിക്കുമോ? നമ്മളിവിടെ വന്നിട്ട് ബഹുമാനന്ദ സ്വാമികളുടെ കാലക്കാല നമസ്കരിക്കും. നമ്മളെ മതം വന്നാണെന്ന് സമ്മതിക്കുമോ? നീ എങ്ങോട്ടാ പോണത്? സ്വാമിയുടെ കാണാൻ. അങ്ങനെ എപ്പോഴും പോകുന്നു വേണ്ട കേട്ടോ. കൊല്ലത്തിലൊരിക്കലും പോയാൽ മതി. എന്താ അപ്പോൾ അവിടെ പോയിട്ട്? എന്നിട്ട് നമുക്ക് വിഷമം വന്നാൽ നമ്മൾ ആരുടെ പോകും? സ്വാമിയുടെ അടുത്തേക്കും പോകും. എന്നാൽ തന്റെ മകൻ ഇതുപോലെ അനേകം അമ്മമാരുടെ ദുഃഖത്തെ ഇല്ലാണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉയരട്ടെ എന്ന് ആരെയും ചിന്തിക്കുകയോ? ഇല്ല. നമ്മളെ കല്യാണം കഴിച്ചിട്ട് വയ്യാണ്ടേ നിൽക്കുക, നമ്മളെ വിവാഹം കഴിച്ചിട്ട് വയ്യാണ്ടേ നിൽക്കുക. എന്നാലും നമ്മുടെ മക്കളെ ആ കുഴിയിലേക്ക് ചാടിക്കാനുള്ള മോഹം നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട് ചില ആൾക്കാർ. അല്ല തിരുമേനി, ഇങ്ങനെയൊക്കെ നടത്താൻ മതിയോ? ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? പിന്നെന്താ, പിന്നെ എങ്ങനെ നടക്കേണ്ടത്? ഞങ്ങളെപ്പോലെ അങ്ങനെ കുഴിയിലൊക്കെ ചാടണ്ടേ? അതതിൻ്റെ അർത്ഥം.
എന്തായാലും ഈ ഭാവത്തില് നാരദ മഹർഷി തന്റെ മക്കളെ സന്യസിപ്പിച്ചു. അദ്ദേഹം ചെയ്തു, ദേഷ്യം കൊണ്ട് അങ്ങോട്ട് നിയന്ത്രിക്കാൻ വയ്യാണ്ടേപ്പം ബ്രഹ്മദേവൻ വന്നിട്ട് ആശ്വസിപ്പിച്ചു. അദ്ദേഹം ചെയ്തു വീണ്ടും കുറച്ച് പുത്രന്മാരെ സൃഷ്ടിച്ചു. അതാണ് ശബളാശന്മാരെ, 1000 ശബളാശന്മാരെ സൃഷ്ടിച്ച് അവരെയും യോഗ്യന്മാരായി തപസ് ചെയ്യാൻ പറഞ്ഞയച്ചു. അവരും തപസ് ചെയ്യാൻ പോയ സമയത്ത് ഇതുപോലെ തന്നെ ഏതാണ്ട് മനഃശുദ്ധമായപ്പം ഭഗവാൻ ആരത്തെ നാരദ മഹർഷിയത്തെ അവരെയും പറഞ്ഞു, എന്താ ഉണ്ണിയോടെ നിങ്ങൾ തപസ് ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരും പറഞ്ഞു, ഞങ്ങൾ തപസ് ചെയ്യാൻ പോവുക. എന്തിനാ കല്യാണം കഴിക്കാൻ? അയ്യയ്യേ എന്റെ ഉണ്ണിയോളെ, നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ ജ്യേഷ്ഠന്മാര് പോയ വഴി? ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നോ? പിന്നെ അല്ലാണ്ട് നിങ്ങൾക്ക് മുമ്പ് ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു, അവർ ഈശ്വരനെ പ്രാപിച്ചു. ആ വഴി ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ആ വഴി പറഞ്ഞു കൊടുത്ത് അവരെയും സന്യസിപ്പിച്ചു. ഈ ഇത്തവണ ആർക്ക് സഹിച്ചില്ല? ദക്ഷന് സഹിച്ചില്ല. ഞാൻ ബ്രഹ്മദേവൻ വരുന്നതിനും അദ്ദേഹത്തിന്റെ കൈ പൊക്കിയാണ്ട് ശപിച്ചു. ആരെ? നാരദ മഹർഷി. അങ്ങക്ക് ഇരിക്കപ്പുറത്തില്ലാണ്ട പോട്ടെ ശപിച്ചു. എന്താണ്? നാരദ മഹർഷി, നാരദ നിനക്ക് ഇരിക്കപ്പുറത്തില്ലാണ്ട പോട്ടെ ശപിച്ചു. പണ്ടൊരു അപ്സരസ്ത്രീ ഇതുപോലെ ശപിക്കേണ്ടായിട്ടുണ്ട്. ആരെ? 2 ശാപം കിട്ടുമോ നാരദ മഹർഷിക്ക്? ഇതേ ശാപം പണ്ടൊരു അപ്സരസ്ത്രീ കൊടുത്തിട്ടുണ്ട്. അത്രേ എന്നത് ഒരു അപ്സരസ്ത്രീ പിന്നാലെ വന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, എനിക്ക് അങ്ങനെ കല്യാണം കഴിക്കണം, എനിക്ക് അങ്ങനെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അത്രേ. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, ഇപ്പോഴോ നട്ടുച്ചയ്ക്കോ? പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ നടക്കുമോ കാര്യം? പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം പിന്നാലെ കുറെ നടന്നു നോക്കിയിട്ടു, കിട്ടില്ല. കണ്ട ഒരു ദിവസം പിന്നിലൂടെ വന്നിട്ടേ മാല കൊണ്ടുവന്നിട്ട് പിന്നിലൂടെ വന്നിട്ട് നാരദ മഹർഷി കാണാണ്ട പിന്നിലൂടെ വന്നിട്ട് കഴുത്തിലേക്ക് കണ്ട് മാല ഇട്ടിട്ട് മുമ്പിലേക്ക് ചാടിയിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ കല്യാണം കഴിച്ചല്ലോ, ഞാൻ അങ്ങനെ കല്യാണം കഴിച്ചല്ലോ. നാരദ മഹർഷി കണ്ട് ദേഷ്യം വന്നു. പിന്നിൽ കൂടെ വന്നിട്ട് കല്യാണം കഴിക്കുക. മാല അങ്ങോട്ട് കഴുത്തുനിന്ന് ഊരി എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഒറ്റ ഏറാണ്ട് പൊക്കോളാൻ പറഞ്ഞ് മുമ്പിലേക്ക് ഒന്ന് വരുന്നു പറഞ്ഞു. ആ സ്ത്രീക്ക് ആകെ അപമാനമായി. തന്റെ ആ ഒരു പ്രണയം സ്വീകരിച്ചില്ലല്ലോ. ആ സ്ത്രീ അപ്സരസ് നാരദ മഹർഷി ശപിച്ചു. എന്ത്? നാരദ മഹർഷി അങ്ങേക്ക് ഇരിക്കപ്പുറത്തില്ലാണ്ട പോട്ടെ എന്ന്. നാരദ മഹർഷി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, നിന്നെ കല്യാണം കഴിച്ചാൽ ഉണ്ടാവുക ആ പറഞ്ഞ സാധനം? ഉണ്ടാവുക. അതുകൊണ്ട് നന്നായി എന്ന് പറഞ്ഞു. ആര്? നാരദ മഹർഷി അവിടെ വേഗം പോരുകയും ചെയ്തു. ആ മഹാത്മാവിന്റെ ചെയ്തു, തനിക്ക് കിട്ടിയ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റി. അദ്ദേഹം പണ്ടൊക്കെ ഒരു ഭാഗത്ത് ആശ്രമം ഉണ്ടാക്കിയിട്ട് അങ്ങനെ അനുഗ്രഹിക്കുക. അപ്പം എന്തായി? ഇരിക്കപ്പുറത്തില്ലാണ്ടായി. ഇപ്പം നടന്ന് അനുഗ്രഹിക്കലായി. ഒരു മൊബൈൽ സന്യാസിയായി. ആര്? ആ നാരദ മഹർഷി. നോക്കൂ, ഈ ഭാവം പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഈ നാരദ മഹർഷിയെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മിക്കവാറും നമ്മൾ നാരദര് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു രൂപം ചിലപ്പം വരാൻ സാധ്യത ഉണ്ട്. എന്താ നമ്മൾ നാരദരെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ള എന്താ? അതാ വരുന്നു വേഗം മറുപടി. ആരെങ്കിലും പൂമുഖത്ത് ഗേറ്റും തുറന്ന് അങ്ങനെ വരുമ്പോ പൂമുഖത്ത് ഇരുന്നിട്ട് അമ്മട്ടിയമ്മ പറയും, വരുന്നുണ്ട്. എന്ത്? നമ്മൾ പറയില്ല മൈക്ക് കൂടെ. എന്നാ മൈക്ക് ഓഫ് ചെയ്തിട്ട് പറയോ? ഇല്ല, പറയരുതിട്ടു. മഹാപാപം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയില്ല. ഈ നാരദ മഹർഷിയെ കുറിച്ച് നമുക്ക് എന്താണ് അറിയുക? ആരാ ഈ നാരദരെന്ന് പറഞ്ഞാൽ? നാരദരെന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിക്കോളൂ. നാരം ദദാതി ഇത് നാരദ. എന്താണ് നാരം ദദാതി? ചൽ നാരം പരമാർത്ഥ വിഷയകം ജ്ഞാനം ദദാതി ഇത് നാരദ. നാരം പരമാർത്ഥ വിഷയം ജ്ഞാനം ദദാതി ഇത് നാരദ. ആ സജ്ജനങ്ങൾക്ക് പരമമായ തത്വത്തെ ഉപദേശിക്കുന്ന മഹാപുരുഷനായതുകൊണ്ടാണ് നാരദരെന്ന് പേരുണ്ടായത്. ഭഗവത്ഗീതയിലെ പറയും, ദേവർഷീണാമഹം നാരദ. ദേവർഷികളിൽ ഞാൻ നാരദരാണെന്ന് പറയും ഭഗവാൻ ഗീതയിൽ. പോരാ, സനാതനധർമ്മത്തിലെ സകല ശാസ്ത്രങ്ങളിലും പല പല ദേവതാ വ്യത്യാസങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലേ? പുരാണങ്ങളില് ഇപ്പൊ ഈ ഗ്രന്ഥെടുത്താൽ ഭാഗവതെടുത്താൽ ഇവിടെ വിഷ്ണുവിനാണ് പ്രാധാന്യം. അല്ലേ? ഇവിടെ ശിവനോ മറ്റു ദേവതകൾക്കോ പ്രാധാന്യമില്ല. ഇവിടെ വിഷ്ണുവിന് പ്രാധാന്യം. അതിനനുസരിച്ചുള്ള മന്ത്രമാവും ഇവിടെ ഉണ്ടാവുക. എന്നാൽ ശിവപുരാണം എടുത്താലോ അവിടെ ശിവന പ്രാധാന്യം, ഈ മന്ത്രത്തിനല്ല പ്രാധാന്യം. അവിടെ ശിവനെ സംബന്ധിക്കുന്ന മന്ത്രത്തിന് പ്രാധാന്യം. എന്നാൽ ദേവി ഭാഗവതം എടുത്താലോ ഇതിന് രണ്ടിനല്ല പ്രാധാന്യം, അവിടെ ദേവിക്കാണ് ആ മന്ത്രത്തിന് പ്രാധാന്യം. ഇങ്ങനെ സകല ശാസ്ത്രങ്ങളും പുരാണങ്ങളിലും എന്ത് വ്യത്യാസമുണ്ട്? ദേവതകളും മന്ത്രങ്ങളും ഒക്കെ വ്യത്യാസമുണ്ടാവാം, ഉണ്ട്. എന്നാൽ സകല ശാസ്ത്രങ്ങളിലും, സനാതനധർമ്മ സകല ശാസ്ത്രങ്ങളിലും ദേവതകൾക്കോ മറ്റു പലതിനും മാറ്റമുണ്ടെങ്കിലും സകല ശാസ്ത്രങ്ങളിലും മാറ്റമില്ലാത്ത രണ്ട് കാര്യമുണ്ട്. എല്ലാ ശാസ്ത്രങ്ങളിലും ഒരുപോലെ മാറ്റമില്ലാതെ ബഹുമാനിക്കുന്ന രണ്ട് കാര്യമുണ്ട്. എന്താണെന്നറിയോ? ദേവതകൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഇവിടെ വിഷ്ണുവിന് ബഹുമാനം ഉണ്ടെങ്കിൽ ശിവപുരാണത്തിൽ വിഷ്ണുവിന് ബഹുമാനമില്ല. അവിടെ ശിവനാ ബഹുമാനം, ദേവീഭാഗവതത്തിൽ ദേവിക്കാ ബഹുമാനം. തത്വമൊക്കെ പരം തത്വം തന്നെ. പ്രത്യക്ഷമായിട്ട് അവിടെ ദേവതകൾക്ക് അവിടെ ഭേദം പറയും.
തത്വം ചിന്തിക്കുമ്പോൾ എല്ലാം ഒന്ന് തന്നെ. പക്ഷേ സകല പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും ദേവതകൾക്കും മന്ത്രങ്ങൾക്കും വ്യത്യാസമുണ്ടെങ്കിലും ഒരുപോലെ മാറ്റമില്ലാതെ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന രണ്ട് സംഗതിയുള്ളത്. എന്താണെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ഓംകാരം, പ്രണവം. രണ്ട് നാരദര്. ഏത് ദിക്കിൽ പോയാലും ഏത് ശാസ്ത്രങ്ങളുടെയും നട്ടല്ലാണ് നാരദ മഹർഷി. നാരദ മഹർഷിയുടെ പേരിൽ ഒരു പുരാണം തന്നെയുണ്ട്. ഏതാ? ബൃഹത് നാരദീയ മഹാപുരാണം. മഹാത്മാവിന്റെ പേരിൽ ഒരു പുരാണം തന്നെയുണ്ട്. ഈ നാരദരുടെ പേരിൽ ഒരു ഉപനിഷത്തുണ്ട്, നാരദീയ പരിവ്രാജകോപനിഷത്ത്. ഉപവേദങ്ങളിലെ വളരെ പ്രാധാന്യമുള്ള ഗന്ധർവവേദത്തിലെ ഒരു വിഭാഗത്തില് നാരദ മഹർഷിയുടെ ഒരു സംഗീത ശാസ്ത്രം തന്നെയുണ്ട്. വേദാംഗങ്ങളിലെ ശിക്ഷയില് നാരദരുടെ ശിക്ഷയുണ്ട്. ഛന്ദസ്സുകളില് നാരദരുടെ ഛന്ദസ്സുണ്ട്. ഛാന്തോഗ്യ ഉപനിഷത്തില് സനകാദി മഹർഷിമാരുടെ ശിഷ്യസ്ഥാനത്ത് നാരദ മഹർഷിയായിരിക്കുന്നത്. എന്തിനധികം പറയണു? ദേവതാവതാരങ്ങളായ രാമനും കൃഷ്ണനും പോലും ഗുരുസ്ഥാനീയനാണ് ആര്? നാരദ മഹർഷി. നാരദര് കയറി വരുന്ന കണ്ട കൃഷ്ണൻ പോലും എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കും. സകല ശാസ്ത്രങ്ങളുടെയും ഉത്പത്തിക്ക് ഹേതുവാണ്. വേദവ്യാസർക്ക് ഈ ഭാഗവതം രചിക്കാൻ പ്രേരണ ആരാ? ഈ ഭാഗവതം ഉപദേശിച്ചു കൊടുത്തതാരാ? നാരദ മഹർഷിയാണ്. രാമായണം രചിക്കാൻ വാൽമീകി പ്രേരണ ആരാ? കോന്യസ്മിൻ സാമ്പ്രതം ലോകെ എന്ന വാൽമീകി മഹർഷിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് നാരദർ പറഞ്ഞു കൊടുക്കണ ഭഗവാന്റെ രാമന്റെ കഥ. എന്നിട്ട് അങ്ങ് രാമായണം രചിക്കൂ എന്ന് നാരദ മഹർഷി ഉപദേശിച്ചു കൊടുത്തിട്ടാണ് വാൽമീകി രാമായണം രചിക്കുന്നത്. വാൽമീകിക്കും വേദവ്യാസർക്കും പോലും ഗുരുസ്ഥാനീയനായ ആ മഹാത്മാവിനെ കുറിച്ചല്ലേ നമ്മൾ ഈ വിവരക്കേടുകൾ പറയുന്നത്? ചിന്തിക്കുക. എത്രയെത്ര മഹാത്മാക്കളെ, എത്രയെത്ര വ്യക്തികളെ ഈശ്വരന്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ട മഹാപുരുഷനാണെന്ന് അറിയോ? ധ്രുവൻ, പ്രാചീന ബർഹിസ്, ഹിരണ്യാക്ഷൻ, എത്രയെത്ര മഹാത്മാക്കൾ അദ്ദേഹം ഈശ്വരന്റെ വഴിയിലേക്ക്, കംസൻ തുടങ്ങിയില്ല എത്രയെത്ര പേരെ, ഹരിജന്മാര്, ശബളാശന്മാര്, ഈശ്വരന്റെ വഴിയിലേക്ക് എത്രയും പെട്ടെന്ന് ഓരോരുത്തരും എത്താനുള്ള നമ്മളോടുള്ള ആ ഒരു കാരുണ്യം കൊണ്ട് ആ മഹാത്മാവ് ചെയ്യണ ഓരോ പ്രവൃത്തികളെ നമ്മൾ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്താലോ? നമുക്ക് ഭാഗവതങ്ങൾ നമ്മൾ എത്ര കേൾക്കുന്നുണ്ടെങ്കിലും എത്ര ശാസ്ത്രങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ഈ ശാസ്ത്രങ്ങളൊന്നും നമുക്ക് പ്രകാശിക്കാത്തത്, നമുക്ക് അനുഭവമാവാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഇതുപോലുള്ള ഈശ്വര നിന്ദകൾ ചെയ്യുന്നതിനേക്കാൾ അപ്പുറമാണ് എന്ത്? ഈശ്വര നിന്ദയേക്കാളും അപ്പുറത്താണ് എന്ത്? ഗുരുനിന്ദ എന്ന് പറഞ്ഞാൽ. കാരണം സകല ശാസ്ത്രങ്ങളിലെയും വളരെ പ്രധാനിയാണ്. ഈ ഭാഗവതത്തിന്റെ ആദ്യത്തെ കഥ ആരുടെയാണെന്നറിയോ? ഭാഗവതത്തിന്റെ ആദ്യം പറയുന്ന കഥ നാരദ മഹർഷിയുടെ പൂർവ്വചരിത്രമാണ്, പൂർവ്വജന്മ വൃത്താന്തമാണ്. അതിലൂടെ ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ. ഏതൊരു അധമവൃത്തിയിൽ ജീവിക്കണവനാണെങ്കിലും ഈശ്വര ഉപാസന കൊണ്ട് ദേവർഷി പദവി വരെ ഉയരാം എന്ന് ആ നാരദ മഹർഷി സ്വജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തരികയാണ്. ശൂദ്രബാലനായ ആ ഒരു കുമാരൻ ഈശ്വര നാമജപം കൊണ്ട്, ഈശ്വര ഉപാസന കൊണ്ട്, സത്സംഗം കൊണ്ട്, വളരെ പ്രധാനമാണ്, സത്സംഗം കൊണ്ട് ദേവർഷി പദവിയിലേക്ക് വരെ ഉയരാമെന്ന് സ്വജീവിതം കൊണ്ട് വേദവ്യാസർക്ക് പറഞ്ഞു കൊടുത്തു. ആ മഹാത്മാവിനെ കുറിച്ച് നമ്മൾ എന്താ പറയണത്? പരദൂഷണക്കാരൻ, ഏഷണിക്കാരനൊക്കെ പറയരുതേ, ഇനിയെങ്കിലും പറയരുതേ. ഇവിടെ ഇരുന്ന്, ഈ സദസ്സിലിരുന്ന് കേട്ടവരെങ്കിലും ഇനി നാളെ ഒരാള് നാരദ മഹർഷിയെ കൊണ്ട് പറയുമ്പോൾ തിരുത്താൻ നമുക്ക് ബാധ്യത ഉണ്ട്. നമ്മുടെ ശാസ്ത്രങ്ങള് ഒരു കാലത്ത് അന്ധതയിലേക്ക് പോയ കാലത്ത് ഇത്തരത്തിലുള്ള നമ്മുടെ ആദർശ മാതൃകാ പുരുഷന്മാരായ മഹാത്മാക്കളെ വികലമാക്കിയത് ഇന്ന് നമ്മൾ തിരുത്തണം. നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. വെറുതെ പഠിച്ചങ്ങ് പോയാൽ പോരാ. അതുകൊണ്ട് നാരദ മഹർഷിയെ കുറിച്ച് ഇനി ആരെങ്കിലും മോശമായിട്ട് പറയുമ്പോൾ പറയണം, പാടില്ല. ഏത് സഭയിലേക്കും കയറി ചെല്ലാൻ ലൈസൻസ് ഉള്ള ഒരു പാസ്പോർട്ടുള്ള ഒരു ഋഷിയാണ് ആര്? ദേവന്മാരുടെ മുമ്പിലേക്ക് മാത്രമല്ല, മനുഷ്യന്മാരുടെ മുമ്പിലേക്ക് മാത്രമല്ല, അസുരന്മാരുടെ മുമ്പിൽ, ഹിരണ്യകശിപുവിന്റെ മുമ്പിലേക്കൊക്കെ അദ്ദേഹം അങ്ങോട്ട് നിർഭയനായിട്ട് കയറി ചെല്ലുമ്പോൾ ഹിരണ്യകശിപു പോലെ എഴുന്നേറ്റ് നിർത്തും ചോദിക്കും. മറ്റു ഋഷിമാർക്ക് അങ്ങനെ കയറി ചെല്ലാൻ പറ്റില്ല. പക്ഷെ എവിടെയും എപ്പോഴും ഏതൊരു വ്യക്തിയും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരു മഹാപുരുഷനാണ് ആര്? നാരദ മഹർഷി. ഇതെന്തിനാ പറഞ്ഞെന്നറിയോ? സമയമില്ലാത്തടത്ത്
നമ്മുടെ അകത്ത് ആ മഹാത്മാവിനെ കുറിച്ചുള്ള സങ്കല്പം ഇത്ര വികലമാണെങ്കിൽ ഈ ശാസ്ത്രം നമ്മൾ എത്ര തവണ കേട്ടാലും നമുക്ക് പ്രകാശിക്കില്ല. കാരണം ഗുരുത്വദോഷം അകത്ത് കിടക്കുന്നുണ്ട്. ഈ ഗുരുത്വദോഷം എന്ന് പോകുന്നോ അന്നേ നമ്മുടെ ഹിന്ദു സമൂഹം പോലും നേരെയാവുള്ളൂ. മഹാത്മാക്കളെ വന്ദിക്കാനല്ല, നിന്ദിക്കാനുള്ള ഒരു ജന്മവാസന എന്താണെന്നറിയില്ല ഈ കേരളീയർക്ക് കുറച്ച് കൂടുതലാ. മഹാത്മാക്കളെ നിന്ദിക്കാൻ വല്ല അവസരം കിട്ടി അത് പാഴാക്കില്ല. അതുകൊണ്ട് വന്ദിക്കാൻ പറ്റിയിട്ടില്ലാച്ചാലും വലിയ ദോഷമില്ല, ഉള്ള കയ്യിലിരിപ്പോൾ അവിടെ ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷേ നിന്ദിക്കാൻ പോവരുത്. ജന്മാന്തരങ്ങൾ അനുഭവിച്ചാലും തീരില്ല. അതുകൊണ്ട് ആ നാരദ മഹർഷിയെ കുറിച്ച് മനസ്സിലാക്കുക. ആ നാരദ മഹർഷിയെ ശപിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? തനിക്ക് കിട്ടിയ ശാപത്തെ അദ്ദേഹം എന്താക്കി തീർത്തു? അനുഗ്രഹമാക്കി തീർത്തു. എന്താ അത്? ഇരിക്കപ്പുറത്തില്ലാണ്ട പോട്ടെ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ഭാഗത്ത് ഇരിക്കാണ്ട പോട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം നടന്ന് ലോകരെ അനുഗ്രഹിക്കാൻ തുടങ്ങി. തന്റെ മുന്നിൽ വരുന്നവരെയല്ല, താൻ നടന്ന് കാണുന്നവനെ മുഴുവനും അനുഗ്രഹിക്കാനുള്ള ഭാവത്തില് ആ ശാപത്തെ തിരിച്ച് ശപിക്കാനുള്ള ശേഷിയുണ്ടെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ ആ വികാരത്തെ അടക്കി ശാന്തനായി അദ്ദേഹം ഈശ്വരഭാവത്തിലേക്ക് പ്രവേശിച്ചു. ഇങ്ങനെ ഈ ഭാവത്തില് എന്താണ്, ആൺകുട്ടികളെയൊക്കെ സന്യാസിപ്പിച്ച് പറഞ്ഞയച്ചില്ലേ? ഇനി ആൺകുട്ടികളെ വേണ്ട, എന്താ അത്? പെൺകുട്ടികളാവട്ടെ. ആൺകുട്ടികളാവുമ്പോഴല്ലേ എങ്ങനെ സന്യാസിപ്പിക്കണത്? പെൺകുട്ടികൾ അങ്ങനെ ഒന്നും സന്യാസിപ്പിക്കാൻ പറ്റില്ല. ആണുങ്ങളെ വേഗം അങ്ങോട്ട് ചിലപ്പോൾ സന്യാസിപ്പിച്ച് പറഞ്ഞയക്കാനൊക്കെ പറ്റും. പക്ഷെ സ്ത്രീകളെ അങ്ങനെ പറ്റില്ല കേട്ടോ. അദ്ദേഹം ചെയ്തു ഇനി ആൺകുട്ടികളെ വേണ്ട, അദ്ദേഹം ചെയ്തു 60 പെൺകുട്ടികൾക്ക് ജന്മം കൊടുത്തു. 60 പെൺകുട്ടികൾ. എന്താ അത്? അങ്ങനെ പിടിച്ചാൽ കിട്ടില്ല. നാരദ മഹർഷി എന്നല്ല, ആര് ബ്രഹ്മാവ് എന്നാൽ പോലും ഒരു സീരിയൽ വെച്ചു കൊടുത്താൽ മതി, അവിടെ ഇരുന്നോളൂ. അല്ലേ? എന്ത് സ്പര അറിയില്ല അല്ലേ? TV കാണാറില്ല തോന്നില്ലേ? വരുന്നുണ്ട് അത്ര. അവിടെ ഇരുന്നോളും. എന്തിന് ഭാഗവതം കൊടുത്താലും അവരതുകൊണ്ട് ലോക വിഷയങ്ങളിലേക്കാ പോവുക. നമ്മൾ ഈ ആചാര്യ പദവിയിൽ ഇരുന്ന് പോണതുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ കേൾക്കാറുണ്ട്. പല അമ്മമാർ വന്നിട്ട് സങ്കടം പറഞ്ഞിട്ട് തിരുമേനി ഞങ്ങൾ അമ്പലത്തിൽ നാരായണീയം വായിക്കാനുണ്ടായിരുന്നു, എന്നെ കയറ്റിയില്ല അവർ മണ്ഡപത്തിലേക്ക്. എന്താ കാരണം? സെറ്റ് കൊണ്ട് ഞാൻ എടുത്തില്ല, സെറ്റ് കൊണ്ട് എടുക്കാൻ വിട്ടില്ല. അതുകൊണ്ട് ആ സെറ്റ് കൊണ്ട് അവർ പറഞ്ഞ സെറ്റ് കൊണ്ട് കിട്ടിയില്ല അത്ര. ബ്ലൗസ് മാറിപ്പോയി നിറം. അതുകൊണ്ട് നീ എന്താ ഈ ബ്ലൗസ് ഇട്ട് വന്നത്? മറ്റേ കിട്ടിയില്ല, എന്നാ പുറത്തിരുന്നോളൂ, ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല. ആ അമ്മയാണെന്ന് വെച്ചാൽ നന്നായിട്ട് വായിക്കണതാ. ഈ സ്റ്റേജിൽ കയറിയിരിക്കുന്ന ആൾക്കാരൊക്കെ വായിക്കണ കൂട്ടരാ. മറ്റൊരൊക്കെ നേരാമണം വായിക്കാതെ പുറത്തിരിക്കണ കൂട്ടർ. എന്നാലും ബ്ലൗസിന്റെ നിറം പോരാത്തോണ്ട് കഷ്ടം. സ്ത്രീകൾക്ക് വിഷയവാസന കൂടും. നോക്കൂ, ഇവിടെ തന്നെ ഇപ്പൊ നോക്കി നോക്കൂ, ആ സാരിയുടെ കരയുടെ നിറം അല്ലാത്തൊരു ബ്ലൗസ് ഇട്ടിട്ട് ആരെങ്കിലും ഇറങ്ങും? കല്യാണത്തിന് പോവാണ്, ഭർത്താവ് പറഞ്ഞു അമ്മൂട്ടി നീ എന്താ നേരെ ഇപ്പൊ അവിടെ സപ്താഹം ഇപ്പൊ പ്രഭാഷണം ഇപ്പൊ കഴിയാൻ നീ ഒന്നും കൂടെ ഇറങ്ങും. മനുഷ്യൻ അങ്ങേക്ക് അത് പറയാം. എന്താ അത്? ബ്ലൗസ് കാണില്ല. അങ്ങോട്ട് നീ ഒന്നും കൂടെ ഇറങ്ങും. മനുഷ്യൻ നിങ്ങൾക്കത് പറയാം. ബ്ലൗസ് അവിടെ മനുഷ്യൻ ബ്ലൗസ് നോക്കി പ്രഭാഷണം കഴിയും ചെയ്യും അല്ലേ? ആ നീല കര ഉള്ളതിന് നീല ബ്ലൗസ് കിട്ടിയില്ല അത്ര. ഏതെങ്കിലും ഒരു ബ്ലൗസ് ഇട്ടും കൂടെ പോന്നാൽ പോരെ. ഗോപികമാരെ പണ്ട് പറഞ്ഞിട്ടില്ലേ? എന്താ ഭഗവാന്റെ ഒരു വിളി ഉണ്ടായപ്പോ മൂക്കിലിട്ടത് കാലിലിട്ടു, തലയിലിട്ടു, ചെവിയിലിട്ടു, തലയിൽ. തമാശയിൽ എന്താ ശരീരബോധം പോയി. മൂക്കിലിട്ടത് അവർ കാലിലിട്ടത് അവർ ചെവിയിലിട്ടു. പറഞ്ഞ അർത്ഥം എന്താ? ഈശ്വരഭാവം കേൾക്കാൻ നമുക്ക് അകത്തുനിന്നാവണം, ശരീരബോധം അങ്ങോട്ട് പോകണം. പക്ഷെ നമ്മൾ ബ്ലൗസിനെ നിറം നോക്കി നടക്കും. എന്നാണ് അത്രയും കണ്ടില്ല കേട്ടോ. എന്താ അത്? അവരെ ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോവാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പാൻറ്റോ അല്ലെങ്കിൽ ഒരു മുണ്ടോ ഒരു ഷർട്ടോ എടുത്ത് നടക്കും. അത് അമ്മട്ടേമ്മ ചോദിക്കും എന്നാ പൂവല്ലേ മനുഷ്യ ഇതൊടുത്തിട്ടോ? ആര്? ഭാര്യ ചോദിക്കുക ഇതിനിപ്പോ എന്താ കുഴപ്പം? മനുഷ്യ ഈ കരയ്ക്ക് പറ്റും ഈ ഷർട്ട്, ഇതിനിപ്പോ എന്താ അമ്മൂട്ടിയെ കുഴപ്പം? എന്റെ കൂടെ വരണ്ട, ഞാൻ അപ്പുറത്തെ പോകുന്നു, മേന്റെ കൂടെ പോയിക്കോളാം. എന്താ കാരണം? ഷർട്ടിന് അദ്ദേഹത്തിന് ഇപ്പൊ എന്ത് കര എന്തില്ല, ഏതെങ്കിലും ഒരു പാൻറ് ഇടും, ഏതെങ്കിലും ഷർട്ട് ഇടും. പക്ഷെ ഇദ്ദേഹത്തിനും കൂടി വഷളാക്കണതാരാ? അമ്മൂട്ടിയമ്മ അല്ലേ? അപ്പൊ സ്ത്രീകൾക്ക് ഈ വിഷയങ്ങളോടുള്ള അവരുടെ ആ ഒരു പറഞ്ഞ അർത്ഥം മനസ്സിലായില്ലേ? നമ്മളിവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ തല്ലരുതേ, കാര്യം പറഞ്ഞുള്ളൂ. ഇതിലേ അങ്ങോട്ടാ വഴി കാണുന്നത്, ഇതിലൊന്നും വഴി കാണാനില്ല. എന്തായാലും ആ ഭാവത്തില് 60 പുത്രിമാരെ അവരദ്ദേഹം ജനിപ്പിച്ചു. ഈ 60 പേരെ അദ്ദേഹം എന്ത് ചെയ്തു? ഓരോരുത്തർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. 10 പേരെ ധർമ്മദേവന് വിവാഹം കഴിച്ചു കൊടുത്തു. 13 പേരെ കശ്യപ വിവാഹം കഴിച്ചു കൊടുത്തു. 27 പേരെ ചന്ദന വിവാഹം കഴിച്ചു കൊടുത്തു. 2 പേരെ ഭൂതന്, 2 പേരെ അങ്കിരസന്, 2 പേരെ കൃശാശ്വന്, 4 പേരെ താർക്ഷ്യന് വിവാഹം കഴിച്ചു കൊടുത്തു. ഈ താർക്ഷ്യന് വിവാഹം കഴിച്ചു കൊടുത്തു. അതിനാരൊക്കെയാണ്?
പറയണു. ഭാനുലംബ, ധർമ്മദേവന് വിവാഹം കഴിച്ചു കൊടുത്ത പേര് 10 പേരുടെ പേരാ പറയണത്. ഭാനുലംബ, കകുപ്, ജാമി, വിശ്വാസാധ്യ, മരുത്വതി, വസു, മുഹൂർത്ത, സങ്കല്പ, അങ്ങനെ 10 പേര് ധർമ്മദേവന്റെ ഭാര്യമാരായിട്ട് തീർന്നു പറയാ. അതില് ആ 10 പേരെല്ലാം അങ്ങനെ വിസ്തരിച്ചിട്ട് അവരുടെ പുത്രന്മാരും സന്തതി പരമ്പരകളൊക്കെ അങ്ങനെ പറഞ്ഞു പോകേണ്ടത് നമുക്ക് വിസ്തരിക്കേണ്ട കാര്യമില്ല. ഏതാണ്ട് ആ ഭാവത്തില് അതിൽ വസു എന്ന് പറയണ ഈ ദക്ഷന്റെ ഒരു മകള്, ആ മകൾക്ക് വസുവിൽ ഉണ്ടായിട്ടുള്ള പുത്രന്മാരാണ് അഷ്ടവസുക്കള്. ദ്രോണൻ, പ്രാണൻ, ധ്രുവൻ, അർക്കൻ, അഗ്നി, ദോഷൻ, വസു, വിഭാവസു എന്ന് പറയുന്ന അഷ്ടവസുക്കള് ഈ വസുവിന്റെ പുത്രന്മാരായിട്ട് വരികയാണ്. അതിൽ ദ്രോണന്റെ ഭാര്യയാണ് എന്താണ് അഭിമതി എന്ന് പറയും. അവരുടെ പുത്രന്മാരാണ് ഹർഷം, ശോകം, ഭയം. ആരാണ് ദ്രോണന്റെ ഭാര്യ? അഭിമതി. അഭിമതിയിൽ ദ്രോണരുണ്ടായ പുത്രന്മാരാണ് ഹർഷം, ശോകം, ഭയം. ഇപ്പൊ ഏതാണ്ട് തത്വം മനസ്സിലായി വരുന്നുണ്ടല്ലേ? ഹർഷം, ശോകം, ഭയം മക്കളത്രേ. ഇപ്പൊ ഏതാണ്ട് കാര്യം മനസ്സിലായി വരണില്ലേ? എന്നിട്ട് മനസ്സിലായി വരണം വെച്ചപ്പോൾ ഉച്ചയ്ക്ക് പോയി ഊണടിച്ചോളൂ. അല്ല പിന്നെ എന്താ ഈ ഭാവത്തില് അതിനുശേഷം എന്താണ് പ്രാണന്റെ ഭാര്യ ഊർജ്ജസ്വതി. ഊർജ്ജസ്വതിക്ക് 2 പുത്രന്മാര് സഹസ്, ആയുസ് എന്ന് പറയുന്നവര് 3 പേരുണ്ട്. പുരോജമൻ എന്ന് പറയുന്ന ഒരു പുത്രൻ. പിന്നീട് എന്താണ് ധ്രുവന്റെ ഭാര്യയാണ് ധരണി എന്ന് പറയുന്ന ഒരു മഹതി. അർക്കന്റെ ഭാര്യ വാസന, തർഷൻ എന്ന് പറയുന്ന 2 കുട്ടികള്. അഗ്നിയുടെ ഭാര്യ വസോർധര, ദ്രവൻ എന്ന് പറയുന്ന 2 കുട്ടികള്. പിന്നീട് ദോഷന്റെ ഭാര്യ ശർവരി. വസുവിന്റെ ഭാര്യ അങ്കിരസി എന്ന് പറയുന്ന അതിൽ ഒരു കുട്ടി ഉണ്ടായി. അതാണ് വിശ്വകർമാവ് എന്ന് പറയും. ഈ വിശ്വകർമാവ് ദേവന്മാരുടെ ശില്പിയായിട്ട് തീർന്നു. വിഭാവസുവിന്റെ ഭാര്യയാണ് ഉഷ എന്ന് പറയുന്ന ഒരു ഭാവം. അതില് 3 പുത്രന്മാരുണ്ടായി എന്ന് പറയുന്നു. ഭൂതൻ 2 പേരെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു. ഈ അദ്ദേഹത്തിന്റെ 2 ഭാര്യമാര് ആരാണ്? ഭൂതൻ. അതില് സ്വരൂപ എന്ന് പറയുന്ന ആ ഒരു കന്യകയില് ഈ ഭൂതൻ ഉണ്ടായിട്ടുള്ള പുത്രന്മാരാണ് ഏകാദശ രുദ്രന്മാരെന്ന് പറയും. രൈവതൻ, അജൻ, ഭവൻ, ഭീമൻ, വാമൻ, ഉഗ്രൻ, വൃഷാകവി, അജൈകപാദ്, അഹിർബുദ്ധിനൻ, ബഹുരൂപൻ, മഹാൻ എന്നൊക്കെ പറയുന്ന 11 പേര്. പിന്നെ അങ്കിരസന് 2 ഭാര്യമാരെന്ന് പറഞ്ഞു. സ്വധ എന്ന് പറയുന്ന ആ ഭാര്യയിലാണ് പിതൃക്കള് ജനിക്കുന്നത്. 2ാമത്തെ ഭാര്യ സതി. ആ സതിയിലെ പുത്രന്മാരാണ് അധർവം, അങ്കിരസം എന്ന് പറയുന്ന പുത്രന്മാർ ജനിച്ചു എന്ന് പറഞ്ഞു. പിന്നെ കൃശാശുന് 2 ഭാര്യമാരെ കൊടുത്തു. അർച്ചസ്, ധിഷണ എന്ന് പറയുന്ന 2 ഭാര്യമാര്. അതിലുള്ള പുത്രന്മാരെയും കുറിച്ച് പറഞ്ഞു കൊടുക്കും. പിന്നീട് താർഷ്യന് 4 ഭാര്യമാരാണെന്ന് പറഞ്ഞു. അതില് വിനത, കദ്രു, പതങ്കി, യാമിനി എന്ന് പറയുന്ന 4 ഭാര്യമാര്. ഈ യാമിനിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ താർക്ഷ്യന് സന്താനങ്ങൾ ഉണ്ടാവുന്നത്. എന്താണ്? ശലഭങ്ങളൊക്കെ ഈ യാമിനിയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. പതങ്കിയിൽ നിന്നാണ് പക്ഷികളൊക്കെ ഉണ്ടാവുന്നത്. വിനതയിൽ നിന്നാണ് ആരുണ്ടാവുന്നത്? ഭഗവാന്റെ വാഹനമായ ഗരുഡൻ. പിന്നീട് സൂര്യന്റെ ഡ്രൈവർ ആരാ? അരുണൻ ഉണ്ടാവുന്നുണ്ട്. കദ്രുവിന് ഇദ്ദേഹത്തിന് താർക്ഷ്യനുണ്ടായ പുത്രന്മാരാണ് സർപ്പങ്ങൾ, നാഗങ്ങളൊക്കെ. അങ്ങനെ ഭൂമിയിലുള്ള ഓരോ ജന്തു ജീവജാലങ്ങളുടെയും ആ ഒരു പരമ്പരയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് അതിഥിയുടെ ആ ഒരു ഭാവത്തെക്കുറിച്ച് പറഞ്ഞു. ആരാണ്? കശ്യപരുടെ 13 ഭാര്യമാരില് അതിഥി, ധനു, ദിതി, കാഷ്ഠ, അരിഷ്ട, സുരസ, ഇള, മുനി, ക്രോധവശ, താമ്ര, സുരഭി, സരമ, തിമി. കുട്ടികൾക്കൊക്കെ പേരിടട്ടു. നല്ല പേര്. കാഷ്ഠ വിളിക്കാനും സൗകര്യം അല്ലേ? നല്ല പേരാ. നോക്കൂ ആ ഭാവത്തിൽ. അതിൽ തിമിയിൽ നിന്നാണ് ജലജന്തുക്കളൊക്കെ ഉണ്ടാവുന്നത്. സരമയിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? വ്യാഘ്രങ്ങളൊക്കെ അല്ലെ? എന്താണ് ആ ഒരു പോത്ത്, പശു തുടങ്ങിയിട്ടുള്ളതൊക്കെ എന്താണ് സുരഭിയുടെ പുത്രന്മാരായിട്ട് വരുന്നു. താമ്രയുടെ മക്കളാണ് പരുന്ത്, കഴുകൻ തുടങ്ങിയിട്ടുള്ളതൊക്കെ. മുനിയുടെ സന്താനങ്ങളാണ് അപ്സരസുകള്. ക്രോധവശയുടെ മക്കളാണ് വിഷജന്തുക്കളൊക്കെ. ഇളയുടെ മക്കളാണ് എന്താണ് വൃക്ഷങ്ങളൊക്കെ. സുരസയുടെ പുത്രന്മാരുടെ ഗന്ധർവന്മാര്. അരിഷ്ടയുടെ സന്താനങ്ങള് അങ്ങനെ ആ ഒരു കുതിര തുടങ്ങിയിട്ടുള്ളതൊക്കെ. ഇങ്ങനെ ആ ഒരു ഓരോ ഭൂമിയിൽ കാണുന്ന സർവ്വ ജന്തു ജീവജാലങ്ങളും ഈ പറയുന്ന ആ ഒരു കശ്യപരുടെ 13 ഭാര്യമാരിലൂടെയായിട്ട്, ഭൂതന്റെ ഭാര്യമാരായിട്ട്, അങ്കിരസന്റെ ഭാര്യമാരായിട്ട്, കൃശാശ്വന്റെ ഭാര്യമാരായിട്ട്, താർക്ഷ്യന്റെ ഭാര്യമാരായിട്ട്, ധർമ്മന്റെ ഭാര്യമാരിലൂടെ ഇങ്ങനെ ആ ഒരു ഭാവത്തിൽ അങ്ങനെ ഓരോരോ അഭിവൃദ്ധിയെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞു കൊടുത്തു. അതിൽ ധനുവിന് 61 പുത്രന്മാരുണ്ടെന്ന് പറഞ്ഞു. അതിലൊരാളാണ്
വൃഷപർവാവ്. ഈ വൃഷപർവാവിന്റെ പുത്രിയാണ് ശർമ്മിഷ്ഠ. ഈ ശർമ്മിഷ്ഠയെയാണ് യയാതി വിവാഹം കഴിക്കുന്നത്. ഈ യയാതിയുടെ വംശപരമ്പര പിന്നെയാണ് ആ ഭഗവാന്റെ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ പോണത്. അതിനുശേഷം അതിഥിയുടെ വംശം പറഞ്ഞു കൊടുത്തു. ഈ അതിഥിയിൽ കശ്യപർക്കുണ്ടാവുന്ന പുത്രന്മാരാണ് ആര്? ദ്വാദശ ആദിത്യന്മാർ എന്ന് പറയും. വിവസ്വാൻ, അര്യമാവ്, പൂഷാവ്, ത്വഷ്ടാവ്, സവിതാവ്, ഭഗവൻ, ധാതാവ്, വിധാതാവ്, വരുണൻ, മിത്രൻ, ചക്രൻ, ഉരുക്രമൻ തുടങ്ങിയിട്ടുള്ള 12 പേര്. ഇതിൽ വിവസ്വാന്റെ ഭാര്യയുള്ള സംജ്ഞാദേവിയിൽ ശ്രാദ്ധദേവൻ എന്ന് പറയുന്ന ഒരു ഉണ്ണി, പിന്നെയോ ആ യമൻ എന്ന് പറയുന്ന ഒരു പുത്രൻ, പിന്നീട് സരസ്വതി ആരാണ്? യമുന എന്ന് പറയുന്ന ഒരു ആ യമുനയുടെ പുത്രന്മാരാണ് അശ്വിനി കുമാരന്മാര് എന്നും പറഞ്ഞു കൊടുത്തു. പിന്നീട് ത്വഷ്ടാവിന്റെ ഭാര്യ രചന എന്ന് പറഞ്ഞു കൊടുത്തു. ത്വഷ്ടാവിന് ഒരു ഭാര്യയുണ്ട്, രചനയാണ്. ഈ രചന എന്താ പറയണത്? 2 പുത്രന്മാര് ആരാണ്? വിശ്വരൂപൻ, സന്നിവേശൻ എന്ന് പറയുന്ന 2 പുത്രന്മാർക്ക്. ആർക്ക്? ത്വഷ്ടാവിന്, രചനയില്. അതില് വിശ്വരൂപൻ, ഹേ പരീക്ഷത്തെ, ശ്രീശുകര ബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തു. അതില് വിശ്വരൂപൻ, അല്ലയോ പരീക്ഷത്തെ, ദേവന്മാരുടെ ഗുരുവായിട്ട് തീർന്നു എന്ന് പറഞ്ഞു. ദേവന്മാരുടെ ഗുരുവായി എന്ന് പറഞ്ഞപ്പം പരീക്ഷ ചോദിച്ചു, ഗുരുനാഥ നനു ഒരു സംശയം കിട്ടുമോ? ഒരു സംശയം ഉണ്ടേ. എന്താ? ദേവന്മാരുടെ ഗുരുനാഥൻ ബൃഹസ്പതി അല്ലേ? പിന്നെ എങ്ങനെ ഈ വിശ്വരൂപൻ ഗുരുനാഥനായത്? അതല്ലേ പറഞ്ഞ. എന്താ? അതിനൊരു ദുരിതം ഉണ്ടായി. എന്താ? ദേവേന്ദ്രൻ തന്റെ ഗുരുവിനെ അപമാനിച്ചു. അദ്ദേഹം അപ്രത്യക്ഷമായി, അദ്ദേഹം മറിഞ്ഞപ്പോ ഗുരു ഇല്ലാണ്ടായി. ഗുരു ഇല്ലാണ്ടായി എന്നുണ്ടാവും, ഗുരുത്വം പോവും. ഗുരുത്വം പോയാൽ നമ്മുടെ ശക്തി പോവും. അപ്പൊ അസുരന്മാരും കൂടെ കയറി വരും. നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും ദുരിതവും ഉണ്ടാവണം എന്തുകൊണ്ടാ? ജീവിതത്തിൽ ക്ലേശങ്ങള്, ദുരിതങ്ങൾ വന്നു കയറണം എന്തുകൊണ്ടാ? ഗുരുത്വം പോണോണ്ടാ. ഗുരുത്വം പോണത് എപ്പോഴാ? മഹാത്മാക്കളെ നിന്ദിക്കുമ്പോഴാണ്. അപ്പൊ ചോദിച്ചു, ഗുരുവിനെ നിന്ദിക്കേ? ഭഗവാന് ഗുരുവിനൊക്കെ നിന്ദിക്കാൻ പറ്റുമോ? അതാ പറഞ്ഞത്, അഹങ്കാരം കയറി വന്നാൽ അങ്ങനെ പലതും ചെയ്യും. എന്നാൽ അതൊന്ന് വിസ്തരിച്ച് പറഞ്ഞു തരൂ. എങ്ങനെയാണ് ദേവേന്ദ്രൻ ഗുരുവിനെ നിന്ദിച്ചത്? ബൃഹസ്പതി എങ്ങനെയാണ് പറഞ്ഞത്? എങ്ങനെയാണ് വിശ്വരൂപനെ ഗുരുവാക്കിയതെന്ന് ചോദിച്ചപ്പോൾ അതാണ് ചിന്തിക്കാനുള്ള അടുത്ത ഭാഗം. ആ ഭാഗമാണ് പറയാനുള്ളത്. ഇപ്പോൾ നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. ഏതാണ്ട് പറയാവുന്ന രീതിയിൽ സമയത്തിന്റെ പരിമിതിയിൽ ഇരുന്നിട്ട് ആ ഒരു ഭാഗം പറയാൻ ശ്രമിച്ചു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞതിൽ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് നന്മയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ കഴിവല്ല, അതെല്ലാം നമ്മുടെ ഗുരുനാഥന്മാരുടെ കഴിവാണ്. പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മോശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ ഗുരുനാഥന്മാരുടെ അല്ല, അതൊക്കെ നമ്മുടെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഒന്നുകൂടെ പറയട്ടെ, ആധ്യാത്മികമായിട്ട് അല്ലെങ്കിൽ ഇത്തരം ധർമ്മ പ്രഭാഷണങ്ങളിൽ കൈയടിക്കാൻ പാടില്ല. അത് വികാരത്തിൻ്റെ പ്രകടനമാണ്. ശാസ്ത്രശ്രവണം കൊണ്ട് വികാരമല്ല ഉണ്ടാവേണ്ടത്, വിചാരമാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ആധ്യാത്മിക ശാസ്ത്രശ്രവണം കഴിഞ്ഞാൽ കൈയടിക്കരുത്, അത് അകത്ത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. കൈയടിക്കുന്നത് എപ്പോഴും വികാരത്തിൻ്റെ പ്രകടനമാണ്. വികാരം നമുക്ക് വേണ്ട, നമുക്ക് വിചാരമാണ് വേണ്ടത്. അതൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ശരി, നമസ്കാരം.